ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. தேவ பிரசன்னம் நிறைந்திருக்கிற இந்த நேரத்திற்காக இந்த நினைத்து நான் ஆண்டவருக்கு நன்றி செலுத்துகிறேன். ഇന്ന് പകലിൽ നടന്ന ആത്മീക സമ്മേളനത്തിലും ഒരുമിച്ചായിരിക്കാനും ദൈവവചനങ്ങളെ ചിന്തിപ്പാനും ദൈവം അവസരങ്ങളെ തന്നതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. இன்று பகலில் நடந்ததான ஆவிக்குரிய கூட்டத்திலேயும் வேத வசனத்தை ஒன்றியா தியானிக்க கர்த்தர் தந்த கிருபைகளுக்காய் கர்த்தரை துதிக்கிறேன். സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞാൽ സന്തോഷമുള്ള ദേവനുடைய പിള്ളകൾ എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്തരെ മഹിമപ്പെടുത്തலாம். വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിന് മുൻപാകെയായിരിക്കും. அதிக ஜெபத்தோடும் மிக கவனத்தோடும் வேத வசனத்துக்கு முன்பாக நாம் அமர்ந்திருப்போம். കർത്തൃദാസൻ നമ്മോട് ഈ കൺവെൻഷന്റെ ചിന്താവിഷയത്തെ കുറിച്ച് അല്പം മുമ്പ് സംസാരിച്ചല്ലോ. இந்த கன்வென்ஷனுடைய தலைப்பை குறித்து கர்த்தர்தாசன் அவர்கள் நமக்கு முன்பாக பேசினார்கள். അവന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവിന്റെ പുതുക്കത്തിലേക്ക് നാം നയിക്കപ്പെടണം. அவருடைய சாயலை குறித்த அறிவின் புதுமைக்கு நேராக நாம் கடந்து வர வேண்டும். ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രതിച്ഛായ, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, അതിനെ കുറിച്ചുള്ള അറിവിന്റെ പുതുക്കം, അതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. கர்த்தராகிய இயேசு கிறிஸ்துவை குறித்ததான அறிவு, கர்த்தராகிய இயேசு கிறிஸ்துவை குறித்ததான தனித்துவம், இவைகளை குறித்து நாம் அறிந்து கொள்வதுதான் இந்த செய்தியினுடைய முக்கியம். ഇന്ന് രാവിലെ കൂടി വന്ന ദൈവവചനം ഇതിന്റെ മധ്യ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഒരുമിച്ച് ചിന്തിച്ച കാര്യം ഇതാണ്: ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കുക എന്നുള്ളതാണ്. ഇന്ന് കാലയിലെ നാം ധ്യാനിத்தோம். ஆண்டவராகிய இயேசு கிறிஸ்து அல்லவருடைய தேவன் நம்மை தெரிந்து கொண்டது இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக வேண்டும், அதற்காக நம்மை தெரிந்தெடுத்தார் என்று தியானித்தோம். അങ്ങനെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുമ്പോൾ അത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. அப்படி நாம் இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாறும்போது அது நம்முடைய சிந்தைகளில் மாற்றங்களை உண்டு பண்ணும். കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ചിന്തകൾ ഉയരത്തിലെ ചിന്തകളായി മാറും. கொலோசியர் நிருபம் 3-ாம் அதிகாரம் 1-ாம் வசனத்திலிருந்து பார்க்கும்போது நம்முடைய சிந்தைகள் மகிமைக்குரியதாய் மேன்மைக்குரியதாக மாறும். യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக நாம் மாறும்போது அது நம்முடைய സ്വഭാവങ്ങളിൽ മാറ്റങ്ങളെ ഏർപ്പെടുത്തും. 2 പത്രോസിന്റെ ലേഖനത്തിൽ അതുകൊണ്ടാണ് പത്രോസ് ഈ പ്രകാരം പറയുന്നത്: അവന്റെ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി മാറും. 2 பேதுருவிலே அப்போஸ்தலனாகிய பவுல் சொல்லும்போது அவருடைய திவ்ய സ്വഭാവங்களுக்கு நாம் பங்காளிகளாய் இருக்கிறோம் என்று சொல்கிறார். മൂന്നാമതായി യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഭാവം, മനോഭാവം നമ്മളിൽ ഉള്ളിലുണ്ടാകും. மூன்றாவதாக நாம் இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாறும்போது கிறிஸ்து இயேசுவில் இருந்த சிந்தை, அந்த மனநிலை நமக்குண்டாகும். അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കട്ടെ: എന്റെ ചിന്തകൾ ഉയരത്തിലെ ചിന്തകളായിരിക്കണം. ஆகையால் நம்முடைய ஜெபம் இப்படியா இருக்கட்டும்: என்னுடைய சிந்தனைகள் மேன்மைக்குரிய மேலானதா இருக்கட்டும். ഞങ്ങളെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി തീർക്കണം. எங்களை திவ்ய സ്വഭാവத்திற்கு பங்காளிகளாய் மாற்றுவீராக. ക്രിസ്തുവിലുള്ള ഭാവം ഞങ്ങളുടെ ഉള്ളിൽ തരണം. கிறிஸ்து இயேசுவில் இருந்த சிந்தை எங்களுக்கு உண்டாகட்டும். യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതിഫലനമാണ് തന്റെ പ്രാർത്ഥനാ ജീവിതം. இயேசு கிறிஸ்துவுடைய திவ்ய സ്വഭാവத்தினுடைய மிக முக்கியமான ஒன்றுதான் அவருடைய ஜெபம். ഇന്ന് രാവിലെ സമയം വളരെ പ്രാർത്ഥനയോടെ ആ വിഷയത്തെ കുറിച്ച് ധ്യാനിപ്പാൻ ദൈവം കൃപ ചെയ്തു. இன்று காலையிலே மிகவும் ஜெபத்தோடு கூட இயேசு கிறிஸ்துவுடைய ஜெபத்தை பற்றி தியானித்தோம். എന്നാൽ ഇന്ന് രാത്രിയിൽ വീണ്ടും 3 വിഷയങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. இன்று இரவிலே 3 காரியங்களை கூட சொல்லி நான் இந்த செய்தியை முடிக்க விரும்புகிறேன். പുത്രന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവിന്റെ പുതുക്കത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. குமாரனுடைய சாயலை குறித்த அறிவின் புதுமைக்கு நேராக பரிசுத்த ஆவியானவர் நம்மை நடத்துவாராக. നമുക്ക് ഒരു വേദഭാഗം ഈ രാത്രിയിലെ ധ്യാനത്തിന് വേണ്ടി ശ്രദ്ധിക്കാം. ഒരു വേദ പകുതിയെ ഇന്ന് இரவிலே சிந்தனைக்காக நாம் வாசிக்கலாம். വേദപുസ്തകം വായിപ്പാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദയവായി മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ മൈക്കിലൂടെ ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. മത്തായി സുവിശേഷം വാസിക്കണം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്: ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നാമനിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ മതി.
ഇന്ന് രാത്രി നമ്മൾ വായിച്ച വേദഭാഗം പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹിച്ചു നൽകേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നാം ആയിരുന്നാട്ടെ. இன்றைக்கு நாம் வாசித்த இந்த வேத வசனத்தை பரிசுத்தாவியானவர் நமக்கு ஆசீர்வதித்து தரும்படியாய் ஜெபத்தோடு நாம் அமர்ந்திருப்போம். ഇവിടെ വായിച്ച വേദഭാഗത്തിലെ പരമപ്രധാനമായ ചിന്ത, இன்றைக்கு வாசித்த இந்த வேத பகுதியினுடைய மிக முக்கியமான கருத்து, യേശു കർത്താവ് തന്റെ കൂടെ വരുന്ന പുരുഷാരത്തെ കണ്ടിട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. இயேசு கிறிஸ்து தனக்கு பின்னாக வருகிற புருஷர்களை அல்லது மனிதர்களை பார்த்து சொன்ன ஒரு வார்த்தை. ഒരു വലിയ പുരുഷാരം യേശു എവിടെ ചെന്നാലും അവനെ അനുഗമിക്കുമായിരുന്നു. ஒரு கூட்ட ஜனம் இயேசு எங்கே சென்றாலும் அவரை பின்தொடர்ந்து கொண்டிருந்தார்கள். അവർ ഒരുപക്ഷെ യേശു ചെയ്ത അത്ഭുതങ്ങളെ കാണുവാനായിട്ട് അനുഗമിച്ചവരുണ്ട്. ஒருவேளை அவர்கள் இயேசு செய்த அற்புதங்களை பார்ப்பதற்காக அவரை பின்பற்றி இருக்கலாம். കാണുവാൻ വേണ്ടി അനുഗമിച്ചവരുണ്ട്. பார்ப்பதற்காக பின்பற்றினவர்கள் இருக்கலாம். കേൾക്കുവാൻ വേണ്ടി അനുഗമിച്ചവരുണ്ട്. கேட்பதற்காக பின்பற்றினவர்களாக இருக்கலாம். എന്നാൽ ചില ഗ്രൂപ്പ് യേശുവിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിപ്പാൻ അനുഭവിക്കാൻ വേണ്ടി പിന്തുടർന്നവരുണ്ട്. ஆனால் சிலர் இயேசு கிறிஸ்துவிடத்திலிருந்து அற்புதங்களை பெற்றுக்கொள்ள அனுபவிக்க பின்தொடர்ந்தார்கள். അപ്പോൾ ഇങ്ങനെ വിവിധ മനോഭാവങ്ങളൂടെ അവനെ അനുഗമിച്ച പുരുഷാരത്തെ കണ്ടിട്ട് യേശു പറഞ്ഞ ഒരു വാക്കാണ് ഈ രാത്രി വായിച്ചത്. இப்படி பலவிதமான மனநிலையில் இயேசுவை பின்பற்றின ஜனங்களை பார்த்து இயேசு சொன்ன வார்த்தையை தான் நாம் வாசித்தோம். ഏറിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് அநேக ஜனங்கள் இயேசுவுக்கு பின்பாக வருவதை கண்டு യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞു, இயேசு திரும்பி அவர்களை பார்த்து சொன்னார், ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ஒருவன் என்னை பின்பற்றி வர விரும்பினால் അവൻ തന്നെത്താൻ ത്യജിച്ച് அவன் தன்னைத்தான் வெறுத்து തന്റെ ക്രൂശ് എടുത്ത് தன் சிலுவையை எடுத்துக்கொண்டு എന്നെ അനുഗമിക്കട്ടെ. என்னை பின்பற்ற கடவன். അർത്ഥാൽ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെങ്കിൽ, இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாற வேண்டுமானால் ക്രൂശ് എടുത്ത് നാം അവനെ അനുഗമിക്കണം. சிலுவையை சுமந்து கொண்டு அவரை பின்பற்ற வேண்டும். അങ്ങനെ ക്രൂശ് എടുത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഈ രാത്രി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താൽ, அப்படி சிலுவையை எடுத்துக்கொண்டு அவரை பின்பற்றுகிற தேவ ஊழியர்கள், தேவ பிள்ளைகள் கர்த்தரை மகிமைப்படுத்தலாம். യേശു പറഞ്ഞു, കാണുവാനും കേൾക്കുവാനും വേണ്ടി എന്നെ അനുഗമിക്കുകയല്ല, பார்ப்பதற்கும் கேட்பதற்காகவும் நீங்கள் என்னை பின்பற்ற வேண்டாம். എന്റെ ശിഷ്യരാകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? என்னுடைய சீசர்களாக உங்களுக்கு மனம் இருக்கிறதா? യേശുവിന്റെ സ്വരൂപത്തിന് അനുരൂപരാകണമെങ്കിൽ, இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாற வேண்டுமானால் നാം അവന്റെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടതാണ്. நாம் அவருடைய சீஷத்துவத்தை ஏற்றுக்கொள்ள வேண்டும். അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെറുതെ എന്റെ പിന്നാലെ വരുവാൻ സാധ്യമല്ല. ஆகினால் தான் இயேசு சொன்னார், நீங்கள் ஆமென் வீணாக நீங்கள் என்னை பின்பற்ற முடியாது. നിങ്ങൾക്ക് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ മനസ്സുണ്ടോ? சிலுவையை சுமந்து கொண்டு என்னை பின்பற்ற மனம் இருக்கிறதா? അന്നത്തെ കാലത്ത് ക്രൂശ് എന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ ചിഹ്നമാണ്. அன்றைக்குள்ள காலகட்டங்களில் சிலுவை என்று சொல்வது ஒரு அவமானத்தின் சின்னமாக இருந்தது. അതൊരു നിന്ദയുടെയും ശാപത്തിന്റെയും ചിഹ്നമാണ്. அது நிந்தை மற்றும் சாபத்தின் அடையாளமாக இருந்தது. കൊടും കുറ്റവാളികൾക്ക് മാത്രമായി നൽകിയിരുന്നതാണ് ക്രൂശ്. ஆமென். கொடுமையான குற்றவாளிகளுக்கு மட்டும் கொடுக்கப்பட்ட ஒன்றுதான் சிலுவை. എന്നാൽ യേശു കർത്താവ് ക്രൂശ് വഹിച്ചത് മുഖാന്തരം, ஆனால் இயேசு கிறிஸ்து சிலுவையை சுமந்தபடியால் ക്രൂശ് എന്നുള്ളത് വീണ്ടെടുപ്പിന്റെ ഒരു അടയാളമായി മാറി. சிலுவை என்பது மீட்பிற்கான அடையாளமாய் மாறினது. ക്രൂശിന്മേൽ മനുഷ്യന്റെ പാപത്തെ അവൻ വഹിച്ചു. சிலுவையின் மேல் மனிதனுடைய பாவத்தை அவர் சுமந்தார். അങ്ങനെ യേശു ക്രൂശിൽ പാപത്തെ വഹിച്ചുകൊണ്ടതാണ് നാം ഇന്ന് രാത്രിയിൽ ദൈവമക്കളായി തീർന്നത്. ஆமென். அப்படி இயேசு சிலுவையில் முழு உலகத்தின் பாவத்தை ஏற்றுக்கொண்டபடியால் நாம் அவருடைய பிள்ளைகளாய் மாறி இருக்கிறோம். അപ്പോൾ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ, மீட்பு உண்டாக வேண்டுமானால், ദൈവികമായ ഉദ്ധാരണങ്ങൾ നടക്കണമെങ്കിൽ, தேவனுடைய செயல்பாடுகள் நடைபெற வேண்டுமானால், യേശു കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുഗമിക്കണമെങ്കിൽ, இயேசு கிறிஸ்துவை உண்மையாக பின்பற்ற வேண்டுமானால், ക്രൂശ് എടുത്തവനെ അനുഗമിക്കണം. சிலுவையை சுமந்து கொண்டு அவரை பின்பற்ற வேண்டும். യേശു ക്രൂശിൽ കിടക്കുമ്പോൾ இயேசு சிலுவையில் கிடக்கிற வேளையில் അവൻ അനുഭവിച്ചത് ശാരീരികമായ വേദനയാണ്. அவர் அனுபவித்தது உடலில் உண்டான வலிகள். അവൻ അനുഭവിച്ചത് മാനസികമായ വ്യഥയാണ്. அவர் மனதளவிலே வேதனைகளை அனுபவித்தார். അവന്റെ വേദനയെ കുറിച്ച് പറയുന്നത് പ്രാണവേദനയിലായെന്നാണ്. அவருடைய வேதனை குறித்து சொல்லும்போது அது ஆத்துமாவிற்குரிய வேதனையாயிருந்தது. ഇങ്ങനെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു സമൂഹത്തെയാണ് ശിഷ്യഗണങ്ങൾ എന്ന് പറയുന്നത്. இப்படி வேதனைகளை அனுபவிக்கிற ஒரு கூட்டத்தாரை தான் சீஷர்கள் என்று அழைக்கிறார்கள். യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ചതുകൊണ്ട്, இயேசு கிறிஸ்துவின் நாமத்தை தரித்துக் கொண்டபடியால் നിങ്ങൾ ശാരീരിക
മാനസിക ആത്മീക വ്യഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, நீங்கள் உடல் மற்றும் மனம் ஆவிக்குரிய விதத்திலே நெருக்கப்படுவீர்களானால், ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ചുമലിൽ കർത്താവ് വെച്ചിരിക്കുന്ന ക്രൂശ് നിങ്ങൾ വഹിക്കുന്നവരാണ്. நீங்கள் நன்றி சொல்லுங்கள், ஏனென்றால் ஆண்டவர் உங்களுடைய தோளிலே சிலுவையை வைத்திருக்கிறார். ഇതൊരു യാത്രയാണ്, இது ஒரு பிரயாணமாக இருக்கிறது. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രൂശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. கிறிஸ்தவ வாழ்க்கை என்று சொல்வது சிலுவையை சுமப்பதாக இருக்கிறது. ഇവിടെ നമ്മളെ തന്നെ ത്യജിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. இங்கே நம்மை நாமே வெறுக்கப்பட வேண்டிய ஒரு நிலை உண்டாகிறது. യേശു മുഖാന്തരം പകയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. இயேசு கிறிஸ்துவின் மூலமாக அவன் எல்லாராலும் வெறுக்கப்படுகிற ஒரு சூழ்நிலை. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, யோவானின் சுவிசேஷம் 17-ஆம் அதிகாரத்தில் യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, இயேசு கிறிஸ்து இப்படி சொன்னார், നിങ്ങൾ ലോകത്തിനുള്ളവരല്ലായക കൊണ്ട്, நீங்கள் உலகத்தார் அல்லாதபடியால் ലോകം നിങ്ങളെ പകയ്ക്കും. உலகம் உங்களை பகைக்கும். കാരണം നിങ്ങൾ ലോകത്തിന് സ്വന്തമല്ല. ஏனென்றால் நீங்கள் உலகத்திற்குரியவர்கள் அல்ல. നമ്മെ അവൻ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുകയാണ്. அவர் நம்மை உலகத்திலிருந்து பிரித்தெடுத்திருக்கிறார். അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ஆகையினால் உலகம் உங்களை பகைக்கும். വീണ്ടും തിരുവെഴുത്തിൽ പറയുന്നു, மறுபடியும் வேதவசனம் சொல்லுகிறது, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം, கிறிஸ்துவுக்குள் பக்தியாய் வாழ விரும்புகிற அனைவரும் ഉപദ്രവമുണ്ടാകും. அவர்களுக்கு உபத்திரவம் உண்டாகும். യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ചിട്ട്, இயேசு கிறிஸ்துவின் நாமத்தை தரித்த பிற்பாடு, ഇന്ന് രാത്രി നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, நீங்கள் இன்று இரவிலே உபத்திரவங்களை சகிக்கிறவர்களாக இருந்தால், കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்துங்கள். അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ്. அது ஆண்டவர் உங்களுக்கு தந்திருக்கிற ஒரு பதவி. യേശു ക്രിസ്തുവിനെ അനുഗമിച്ചത് മുഖാന്തരം இயேசு கிறிஸ்துவை பின்பற்றுவதன் மூலமாய் മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നെങ്കിൽ, மற்றவர் உங்களை பரியாசம் பண்ணுவார்களே, ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. நீங்கள் இன்று இரவிலே ஆண்டவருக்கு நன்றி சொல்லுங்கள். അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പദവിയാണ്. அது ஆண்டவர் உங்களுக்கு தந்திருக்கிற ஒரு பதவியாய் இருக்கிறது. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. கிறிஸ்துவை ஏற்றுக்கொண்டபடியால் நீங்கள் உபத்திரவங்களை சகிக்க வேண்டியது வந்தால் பயப்பட வேண்டாம். ഈ നാമം ധരിച്ചിട്ട് അവനെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. இந்த நாமத்தை தரித்துக்கொண்டு அவரை மகிமைப்படுத்த வேண்டும். ഈ രാത്രിയിൽ എത്ര പേര് പറയാൻ കഴിയും, അവന്റെ നാമം ധരിച്ചത് മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന നിന്ദയ്ക്കായി സ്തോത്രം. இன்றைக்கு இரவிலே எத்தனை பேர் சொல்ல முடியும், அவருடைய நாமத்தை தரித்துக்கொண்டபடியா நான் அனுபவிக்கிற நிந்தனைகளுக்காய் ஸ்தோத்திரம் என்று? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. ஒருவேளை உங்களுடைய வீட்டில் உள்ளவர்கள், உங்களுடைய நண்பர்கள், உங்களுடைய உறவினர்கள் உங்களை அவன் தள்ளி சொல்லலாம். അതാണ് ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. அதுதான் சிலுவையின் அனுபவம் என்று சொல்வது. യേശുവിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, இயேசுவை குறித்து இப்படி சொல்லப்பட்டிருக்கிறது, അവൻ സ്വന്തത്തിലേക്ക് വന്നു, அவர் சொந்தத்திலே வந்தார், പക്ഷെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ஆனால் சொந்தமானவர்களோ அவரை ஏற்றுக்கொள்ளவில்லை. ഈ വിശ്വാസ മുഖാന്തരം இந்த விசுவாசத்தின் மூலமாக നിങ്ങൾ തള്ളപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, நீங்கள் தள்ளப்படுவீர்களானால், ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. இன்று இரவிலே கர்த்தர் உங்களை நினைத்து ഈ சந்தோஷப்படுவார். നാമം ധരിച്ചത് മുഖാന്തരം இந்த நாமத்தை தரித்துக் கொண்டபடியால் നിങ്ങൾക്കുള്ള നന്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, உங்களுக்கு வர வேண்டிய நன்மைகளை நீங்கள் ഈ இழந்திருப்பீர்களானால், രാത്രി നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. இன்று இரவிலே நீங்கள் கர்த்தரில் சந்தோஷப்பட வேண்டும். സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാണ്. பரலோகத்தில் உங்களுடைய பொக்கிஷம் பெரிதாக இருக்கும். യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കണം. இயேசு சொன்னார், என்னை பின்பற்றுங்கள். പക്ഷേ ക്രൂശ് വഹിച്ചുള്ള യാത്ര, ஆனால் சிலுவையை சுமந்து கொண்டுள்ள பிரயாணம் അതത്ര എളുപ്പമുള്ള യാത്രയല്ല. அது அவ்வளவு ஈஸியானதல்ல. ഈ യാത്രയിൽ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. இந்த பிரயாணத்தில் காயங்கள் உண்டாகலாம். പരിഹാസങ്ങളും അപമാനങ്ങളും നിന്ദകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. பரிகாசங்களும் அவமானங்களும் நிந்தனைகளும் உண்டாகலாம். ഒരുപക്ഷെ നമ്മുടെ ജീവനെ തന്നെ വെടിയേണ്ട സാഹചര്യങ്ങൾ ஒருவேளை ഉണ്ടായേക്കാം. நம்முடைய ஜீவனையை விட வேண்டிய நிலை உண்டாகலாம். ഈ രാത്രിയിൽ കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. இன்று இரவிலே கர்த்தரை பின்பற்றுகிற தேவ பிள்ளைகள் தேவனை மகிமைப்படுத்துங்கள். ഈ രാത്രിയിലെ രണ്ടാമത്തെ രാത്രിയിലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, இந்த இரண்டாவது நாளாக இன்று பரிசுத்த ஆவியானவர் நம்மை பார்த்து சொல்கிறார், പുത്രന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അടുത്തു വരണമെങ്കിൽ, குமாரனுடைய சாயலுக்கு ஒப்பாக நாம் வர வேண்டுமானால், പുത്രന്റെ സ്വരൂപത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക അനുഭവങ്ങളിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാകണമെങ്കിൽ, அவன் புத்திரனில் உள்ளதான இழந்து போன அந்த தெய்வீக சுபாவங்களில் ஒரு மாற்றம் உண்டாக வேண்டுமானால், ഈ യാത്രയിൽ പങ്കുചേരണം. இந்த பிரயாணத்தில் நீங்கள் பங்காளிகளாக வேண்டும். ശിഷ്യത്വത്തിലേക്ക് പങ്കാളികളാകണം. சீசர்களாக மாற வேண்டும். ഒരുപക്ഷെ നിങ്ങൾ ഈ വിശ്വാസം ഏറ്റെടുത്തിട്ട് ஒருவேளை நீங்கள் விசுவாசத்திற்குள்ளே வந்ததற்கு அப்புறம் നിരവധി വർഷങ്ങളായി കാണും, அநேக வருடங்கள் தாண்டி இருக்கலாம். അല്ലെങ്കിൽ ഈ വിശ്വാസയാത്രയിൽ നിങ്ങൾ ഒരു പുതിയ മുഖമായിരിക്കാം. அல்லாவிட்டால் இந்த பிரயாணத்தில் நீங்கள் ஒரு புதிய நபராக இருக்கலாம். ആര് തന്നെ ആയാലും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ஆமென். எப்பேற்பட்டவர்களாக
கிறிஸ்தவர்களாயிருந்தாலும் இந்த இரவிலே பரிசுத்த ஆவியானவர் சொல்கிறார், യേശുവിന്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് இயேசு கிறிஸ்துவுடைய சிலுவை சுமந்து கொண்டு അവന്റെ ഒരു ശിഷ്യനായി തീരുവാൻ அவருடைய ஒரு சீஷனாக மாற ഇന്ന് രാത്രിയിൽ ഒരു പുതിയൊരു അർപ്പണം ആവശ്യമാണ്. இன்று இரவிலே ஒரு புதிய அர்ப்பணிப்பு அவசியமாயிருக்கிறது. നാം പേരിന് ഒരു ക്രിസ്ത്യാനികളല്ല, நாம் ஒரு பெயர் கிறிஸ்தவர்களாய் அல்ல, ക്രൂശ് എടുത്തവനെ അനുഗമിക്കുന്നവരാണ്. சிலுவையை சுமந்து கொண்டு அவரை பின்பற்றுகிறவர்களாக மாற வேண்டும். പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, அப்போஸ்தலனாகிய பவுலுடைய மொழியிலே சொன்னார், എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, எனக்கு ஒரே ஒரு விருப்பம் தான் இருக்கிறது. താൻ പറയുകയാണ്, அவர் சொல்கிறார், അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം, அவருடைய பாடுகளில் பங்காளிகளாக வேண்டும், അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം, அவருடைய மரணத்திற்கு ஒப்பான மரணத்திற்குள்ளாக வேண்டும். പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ பல நேரங்களில் ஜெபிக்கிற வேளையிலே കഷ്ടത ഒഴിവാക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. அவன் பிரச்சனைகளை நம்மிலிருந்து மாற்றுவதற்காக நாம் ஜெபிக்கிறோம், മരണത്തെ ഒഴിവാക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. மரணத்திலிருந்து தப்பிக்கொள்ள ஜெபிக்கிறோம். എന്നാ പൗലോസിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? ஆனால் பவுலுடைய ஜெபத்தை நீங்கள் கவனியுங்கள். എനിക്ക് യേശുവിന്റെ കഷ്ടങ്ങളെ അറിയണം, எனக்கு இயேசு கிறிஸ்துவுடைய பாடுகளை அறிய வேண்டும், അവന്റെ മരണ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. அவர் மரித்ததை போன்று அவருடைய மரணத்திற்குள்ளாக மரிக்க வேண்டும். ഈ രാത്രിയിൽ இன்றிரவிலே അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ? அப்படி ஜெபிக்கிற எத்தனை பேர் இங்கே அமர்ந்திருக்கிறீர்கள்? എനിക്ക് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ അറിയണം, எனக்கு இயேசு கிறிஸ்துவுடைய பாடுகளை உபத்திரவங்களை அறிய வேண்டும். യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിപ്പാൻ എല്ലാവർക്കും സന്തോഷമാണ്. இயேசு கிறிஸ்துவுடைய உயிர்ப்பின் வல்லமை அனுபவிக்க எல்லாருக்கும் விருப்பம், சந்தோஷம். യേശുവിന്റെ അത്ഭുതങ്ങളുടെ ശക്തി അനുഭവിപ്പാൻ നമുക്ക് സന്തോഷമാണ്. இயேசு கிறிஸ்துவுடைய அற்புதங்களின் வல்லமை அனுபவிக்க நமக்கு சந்தோஷம். പക്ഷെ ഒരു ശിഷ്യന്റെ പ്രാർത്ഥന, ஆனால் ஒரு சீஷனுடைய ஜெபம், നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അറിയണം, உம்முடைய கஷ்டங்களில் நான் பங்காளியாக வேண்டும், அதை அறிய നിന്റെ வேண்டும், മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം. உம்முடைய மரணத்திற்கு ஒப்பாக நான் மரிக்க வேண்டும். കരമുയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്തു. கரங்களை உயர்த்தி கர்த்தரை ஸ்தோத்திரிக்கலாம். അധരം തുറന്നൊന്ന് പറഞ്ഞ്, ഞാൻ വെറുതെ അവനെ അനുഗമിക്കുകയല്ല, ஆமென் சொல்லுங்கள். நாம் வீணாக ஆமென் தேவையில்லாமல் இயேசுவை ഞാൻ பின்பற்றுகிறோம். വെറുതെ ഒരു സഭയുടെ അംഗമായി മാത്രം നിൽക്കുകയല്ല, ஆமென் ஒரு சபையினுடைய அங்கமாக மட்டும் இருக்க ഞാൻ விரும்பவில்லை. ക്രൂശ് എടുത്ത് എന്റെ കർത്താവിനെ അനുഗമിക്കുന്ന நான் വ്യക്തിയാണ്. சிலுவை எடுத்துக்கொண்டு என்னுடைய ஆண்டவரை பின்பற்ற விரும்புகிறேன். ഇന്ന് രാത്രിയിൽ ആ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകട്ടെ. இன்று இரவிலே அந்த பொறுப்புணர்வு நமக்கு உண்டாகட்டும். ആ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസും അതാണ് പറയുന്നത്, നിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കറിയണം. ஆமென். அப்போஸ்தலனாகிய பவுலும் அப்படிப்பட்ட சூழ்நிலையில் உம்முடைய பாடுகளில் நான் பங்காளியாக வேண்டும் என்று சொல்கிறார். ഒന്നുകൂടി ഞാൻ ഇതിനെ വ്യക്തമാക്കാം. ஒன்று கூட நான் இதை விளக்கமாய் ഈ சொல்கிறேன். ക്രൂശിന്റെ അനുഭവത്തെ ഒന്നുകൂടി വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്. சிலுவை பாடுகளை குறித்து பவுல் இன்னும் விளக்கமாய் சொல்கிறார். 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ നിരുപമം അതിന്റെ 4-ാം അധ്യായം அதனுடைய 4வது வசனம், 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. அதனுடைய 10 முதலுள்ள வசனங்களை நாம் பார்க்கலாம். നിങ്ങളുടെ കയ്യിലെ വേദപുസ്തകമുള്ളവരെല്ലാം തുറന്ന് ആ വേദപുസ്തകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. உங்களுடைய வேதம் கை வைத்திருக்கிற வேதத்தை கவனியுங்கள். 2 ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വഹിക്കുന്നുണ്ട്. ഇതാണ് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടുന്തോറും യേശുവിന്റെ മരണം നമ്മുടെ അകത്ത് വ്യാപരിക്കുമെന്ന്. അങ്ങനെ യേശുവിന്റെ മരണം വ്യാപരിക്കുമ്പോഴാണ് യേശുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കാൻ ഇടയാകുന്നത്. ஆமென். இங்கே சொல்லப்பட்ட வசனத்தின்படி கர்த்தராகிய இயேசுவுடைய ஜீவனும் எங்கள் சரீரத்திலே விளங்கும்படிக்கு இயேசுவின் மரணத்தை எப்பொழுதும் எங்கள் சரீரத்தில் சுமந்து திரிகிறோம். இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாறும்போது அவருடைய மரணத்தை நாம் சுமந்து திரிகிறவர்களாய் இருக்கிறோம். ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. യേശു നിമിത്തം മരണത്തിற்கு നാങ്ങൾ ഒപ്പുകൊടുക്കപ്പെടുகிறோം. ഇനി അതിന്റെ 8 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് വളരെ വ്യക്തമായിട്ട് അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സകല വിധത്തിലും സമ്മർദ്ദം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഉടഞ്ഞു പോകുന്നില്ല എന്നാണ് അതിന്റെ യഥാർത്ഥ ഭാഷാന്തരം. എല്ലാ വിധത്തിലും നാങ്ങൾ നെരുക്കപ്പെട്ടാലും നാങ്ങൾ ഉടൈந்து പോവതിல்லை என்பதுதான் அதனுடைய பொருள். അപ്പോൾ ഒരു ഭക്തൻ അനുഭവിക്കുന്ന ആ ഇടുക്ക
ഞെരുക്കം, സമ്മർദ്ദം താൻ വഹിക്കുന്ന ക്രൂശിന്റെ ഒരു ഭാഗമാണ്. ஒரு பக்தன் அனுபவிக்கிறதான நெருக்கம், ஆமென், உபத்திரவங்கள் அது சிலுவையின் மூலமாய் உண்டாகிறது. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു സന്തോഷമുണ്ട്. ஆனால் இன்று இரவிலே ஒரு சந்தோஷம் உண்டு. ആ സമ്മർദ്ദങ്ങൾക്ക് നമ്മളെ ഉടച്ചു കളയാൻ സാധ്യമല്ല. ஆமென். இந்த நெருக்குதலினாலே நாம் உடைக்கப்படுவதில்லை. ഒരു ആമേൻ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ടെ. ஆமென். இரவிலே ஆண்டவரை பார்த்து சொல்லுவோம். ഇടുക്കമുണ്ട്, സമ്മർദ്ദമുണ്ടെങ്കിലും ഞങ്ങളെ തകർത്ത് കളയാൻ സാധ്യമല്ല. ஆமென். இடுக்கமுண்டு, நெருக்கமுண்டு, ஆனாலும் நீர் எங்களை உடைந்து போக அனுமதிப்பதில்லை. കാരണം ഞങ്ങളുടെ അകത്ത് ഒരു അത്യന്ത ശക്തി വ്യാപരിക്കുന്നുണ്ട്. ஏனென்றால் எங்களுக்குள்ளே ஒரு வல்லமை கிரியை செய்து கொண்டிருக்கு. അടുത്ത വാക്യം വായിച്ചാട്ടെ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. இரண்டாவது ஒரு நிலை, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾ ആശയക്കുഴപ്പത്തിലായി പോകും, പക്ഷെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. அவன் சிலுவையை எடுத்து என்னை பின்பற்றுகிற வேளையிலே உங்களுக்கு குழப்பங்கள் ഉണ്ടാകും, ஆனால் நீங்கள் வருத்தப்பட வேண்டியதில்லை. അവിശ്വാസമുള്ളവർ ഇന്ന് രാത്രി അത്തരം തുറന്നൊന്ന് പറഞ്ഞാട്ടെ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധിയുണ്ട്, പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിരാശയില്ല, കാരണം ഞങ്ങളുടെ അകത്ത് ഒരു ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട്. ஆமென். இன்று இரவிலே எங்களுக்கு பிரச்சனைகள் உண்டு, போராட்டங்கள் உண்டு, ஆனால் நாங்கள் மனமுறிவடைவதில்லை என்று சொல்லுங்கள். മൂന്നാമത്തെ ഭാഗം അടുത്ത വാക്യം വായിച്ചാട്ടെ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ ഓരോ ദിവസത്തെയും വാർത്തകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. എത്രയോ ക്രിസ്തു ഭക്തന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. நாம் இன்றைக்கு செய்தித்தாள் மூலமாக நாம் अनेक செய்திகளை கேட்கிறோம். எத்தனையோ பரிசுத்தவான்கள் உபத்திரவங்களை அனுபவித்துக் கொண்டிருக்கிறார்கள். ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ചിലർ കർത്താവിന്റെ നാമ നിമിത്തം ഉപദ്രവമേറ്റവരുണ്ടാകാം. இங்கே இருக்கிற தேவனுடைய பிள்ளைகள், ஊழியர்கள், இயேசு கிறிஸ்துவின் நாமத்தின் நிமித்தம் உபத்திரவங்களை நீங்கள் சகித்திருக்கலாம். ഇത് എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് തന്നെ പലവട്ടം ഉപദ്രവമേറ്റ വ്യക്തിയാണ്. இந்த நிருபத்தை எழுதுகிற அப்போஸ்தலனாகிய பவுல் பலமுறை கிறிஸ்துவுக்காக உபத்திரவங்களை சகித்தவர். പക്ഷെ തന്റെക്ക് ഒരു വിശ്വാസമുണ്ട്. ஆனால் அவருக்கு ஒரு விசுவாசம் உண்டு. ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിലും, நாங்கள் இப்படி உபத்திரவிக்கப்பட்டாலும் ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, நாங்கள் கைவிடப்படுவதில்லை. കാരണം ഞങ്ങൾക്ക് ഒരു ഉടയവനുണ്ട്. ஏனென்றால் எங்களுக்கு ஒரு தேவன் இருக்கிறார். ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ടെ, എനിക്കൊരു ഉടയവനുണ്ട്. ஆமென். இன்று இரவிலே சொல்லுங்கள், எங்களுக்கு ஒரு உரிமையாளர் இருக்கிறார். ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ രാത്രിയിൽ പൗലോസ് പറയുകയാണ്, ஒரு பிரச்சனை நிறைந்த ஒரு இரவிலே பவுல் சொல்லுகிறார், എന്റെ ഉടയവനും என்னை அவன் என்னுடையவரும் ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എന്റെ ദൈവം, நான் சேவிக்கிறவருமாகிய என் தேவன். അപ്പോ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ ഉപദ്രവം, ബുദ്ധിമുട്ട്, പീഡകൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. அப்போஸ்தலனாகிய பவுல் சொல்லுகிறார், சிலுவையை சுமந்து கொண்டு கிறிஸ்துவை பின்பற்றும் போது உபத்திரவங்கள், நெருக்கங்கள், போராட்டங்கள் ഉണ്ടാകും. അവസാന ഭാഗത്ത് പറയുന്നു, വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. അവൻ കീഴെ തള്ളപ്പെട്ടും മടിഞ്ഞു പോകുന്നതില്ല. അതിന്റെ അർത്ഥം എന്താണ്? அதனுடைய பொருள் என்ன? ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇനി എഴുന്നേൽപ്പതില്ല എന്ന് തോന്നുന്ന ചില സൂழ்நிலைகள். ഞാൻ ഒരു ടോട്ടൽ ഫെയിലിയർ ആയി പോയി എന്ന് ചിന്തിക്കുന്ന സമയങ്ങളുണ്ടാകും. മുഴുവനുமாக முடிந்து விட்டது, தோற்று போனேன் என்று நினைக்கிற நேரம். പക്ഷേ പൗലോസ് പറയുകയാണ്, ஆனால் பவுல் சொல்கிறார், ഞങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. நாங்கள் மடிந்து போக கர்த்தர் அனுமதிப்பதில்லை. ഇനി ഒരു തിരിച്ചു വരവില്ലെന്ന് എത്രയോ അനുഭവങ്ങളിൽ നാം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇനി തിരുമ്പി വര முடியாது என்று நம்முடைய சூழ்நிலைகள் நாம் எத்தனையோ முறை சொல்லி இருக்கிறோம். പക്ഷേ ഇന്നുവരെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് ഈ രാത്രിയിൽ ഒരു നന്ദി പറഞ്ഞു. ആമേൻ. இதுவரையும் வெற்றிகரமாய் നമ്മെ നടത്തിയ ദേവനുക്ക് നന്ദി செலுத்தும்படியாய் கர்த்தரை மகிமைப்படுத்தும். ഇനി ഒരു ജയമില്ലെന്ന് നിങ്ങൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ആമേൻ. ഇനി ഒരു വെற்றிയില്ല എന്ന് എത്ര മുறை നിങ്ങൾ சொல்லி இருக்கிறீர்கள். പക്ഷേ ഇന്ന് രാത്രിയിലും ജയത്തോടെ നിർത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ஆனால் இன்று இரவு வரையிலும் ஜெயத்தோடு நிறுத்துகிற தேவனுக்கு ஸ்தோத்திரம். ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന വിളി അവനെ അനുഗമിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മை அழைத்திருப்பது அவரை பின்பற்றுவதற்காக. ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക, சிலுவையை சுமந்து கொண்டு அவரை பின்பற்ற. ഇതൊരു സഹനത്തിന്റെ മാർഗം തന്നെയാണ്. இது ஒரு வேதனையின் பாதையாக இருக்கிறது. അപ്പോൾ തന്നെ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കൃപ നമ്മുടെ മേൽ വ്യാപരിക്കും. அப்பொழுதே நம்மை பலப்படுத்துகிற ஒரு கிருபையும் நம்ம மேல் பொழிகிறது. ജീവിതത്തിന്റെ ഒരു പ്രത്യേക സമയത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ ഇനി എന്നെ കൊണ്ട് വയ്യ. அப்போஸ்தலனாகிய பவுல் ஒரு விசேஷமா ஒரு முக்கியமான சூழ்நிலை இப்படி சொன்னார், ஆண்டவரே இனி என்னால் முடியாது என்று. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, பவுலை பார்த்து ஆண்டவர் சொன்னார், മകനെ നീ ഭാരപ്പെടണ്ട. மகனே நீ பாரப்பட வேண்டாம். ഇന്ന് രാത്രിയിൽ ഇനി വയ്യ എന്ന് പറയുന്നവരോട് കർത്താവ് പറയുക, ഭാരപ്പെടേണ്ട. ஆமென். இனி முடியாது என்று சொல்லுகிறவர்களை பார்த்து இன்று இரவிலே ஆண்டவர் சொல்லுகிறார், நீ வருத்தப்பட வேண்டாம். എന്റെ കൃപ നിനക്ക് മതി. என்னுடைய கிருபை உனக்கு போதும். എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. ஆமென். உன்னுடைய பலவீனத்தில் என் பலன் பூரணமாய் விளங்கும்.
2 മിനിറ്റ് സ്വോത്രം ചെയ്താട്ടെ. 2 நிமிடம் கர்த்தரை மகிமைப்படுத்தலாம். എന്റെ ബലഹീനതകളിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവകൃപ, என்னுடைய பலவீனத்தில் எனக்கு உதவி செய்கிற ஒரு എന്റെ தேவன், ക്ഷീണാവസ്ഥകളിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപ, ஆமென், என்னுடைய பலவீன நேரங்களில் என்னை பலப்படுத்துகிற എന്റെ தேவன், രോഗാവസ്ഥകളിൽ എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവകൃപ, என்னுடைய வியாதி நேரங்களில் என்னை சௌக்கியமாக்குகிற தேவ എന്നെ கிருபை, ശക്തി ക്ഷയിക്കുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവകൃപ, எனக்கு பலவீனம் உண்டாகும் போது என்னை பலப்படுத்துகிற தேவ கிருபை. അങ്ങനെ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന തന്റെ ഭക്തന്മാരെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവകൃപ. அப்படி சிலுவையை சுமந்து கொண்டு அவரை பின்பற்றுகிற தம்முடைய ஜனங்களை பலப்படுத்துகிற ദൈവകൃപ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ഇവിടെ വ്യാപരിക്കുന്നു. அந்த தேவ கிருபை இன்று இரவிலேயும் நமக்காய் கிரியை செய்கிறது. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, തളർന്നിരിക്കുന്നവർക്ക് വേണ്ടി, ബലഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവകൃപ ഇന്ന് രാത്രിയിൽ ഇവിടെ ബലഹീനമായിരിക്കുന്ന, ക്ഷീണിച്ചു പോയിരിക്കുന്ന ഓരോരുത്തർക്കാகவும் கிரியை செய்கிற தேவ கிருபை. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ ക്രൂശ് എടുത്തവനെ അനുഗമിക്കുന്നതിന്റെ പ്രത്യേകത. அதுதான் சிலுவையை சுமந்து கொண்டு அவரை பின்பற்றுகிறவர்களுக்கான விசேஷம். ഒരു ഭാഗം കൂടി അതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. அதோடு சேர்ந்து ஒன்றை கூட சொல்ல விரும்புகிறேன். ഈ ക്രൂശ് ഉപേക്ഷിച്ചു പോകാൻ പലപ്പോഴും നമുക്ക് പ്രലോഭനം ഉണ്ടായേക്കാം. சிலுவையை கீழே போட்டுவிட்டு திரும்பி செல்வதற்கு அநேக சூழ்நிலைகளில் நமக்கு நெருக்கடிகள் உண்டாகும். യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ, இயேசு கிறிஸ்து இந்த பூமியிலே வந்தபோது തന്റെ പിതാവിന്റെ ഹിതം ചെയ്യാൻ അവൻ പൂർണ്ണമായി സന്നദ്ധനായിരുന്നു. தன்னுடைய பிதாவின் சித்தத்தை செய்வதற்கு அவர் பூரணமாக தன்னை அர்ப்பணித்திருந்தார். ആ പിതാവിന്റെ ഹിതം എന്ന് പറയുന്നത് ക്രൂശ് വഹിക്കുക എന്നതായിരുന്നു. அந்த பிதாவுடைய சித்தம் என்று சொல்வது சிலுவையை சுமப்பதாக இருந்தது. പക്ഷേ ആ ക്രൂശിനെ ഒഴിവാക്കാൻ ധാരാളം പ്രലോഭനങ്ങൾ യേശുവിന്റെ മുമ്പിൽ. ஆனால் அந்த சிலுவையை தள்ளி விடுவதற்கு അനേക സോധനകൾ യേശുവിന്റെ வாழ்க்கையிலே വന്നു. യേശുവിനെ പലപ്പോഴായി അവർ രാജാവാക്കാൻ ശ്രമിച്ചു. യേശുவை பலமுறை ராஜாவாக்க முயற்சித்தார்கள். പക്ഷേ യേശു അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ஆனால் യേശു அந்த இடத்திலிருந்தெல்லாம் മറന്നു போனார். അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു നേതാവാകാൻ അവന് പ്രലോഭനങ്ങൾ ഉണ്ടായി. അന്നേക്കുള്ള அரசியல் சூழ்நிலையில் ஒரு தலைவராக அவருக்கு வாய்ப்புகள் ഉണ്ടായിരുന്നു. പക്ഷേ യേശു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ஆனால் യേശു അങ്ങിരുന്നെല്ലാം മാറി പോനാർ. കാരണം അവന്റെ ദൗത്യം ക്രൂശായിരുന്നു. ஏனென்றால் அவருடைய பொறுப்பு சிலுவை சுமப்பதாக இருந்தது. അങ്ങനെ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ അവസാനത്തിൽ വന്നപ്പോൾ, அப்படி அவருடைய வேலையை முடிக்கிற வேளையில் ക്രൂശിന്മേൽ അവൻ തറയ്ക്കപ്പെട്ടു. அவர் சிலுவையில் அறையப்பட்டார். ശരീരം മുഴുവൻ അടികൊണ്ട് അവൻ പിളർക്കപ്പെട്ടു. ശരീരം മുഴുവനും കായങ്ങളാൽ அவர் நொறுக்கப்பட்டிருந்தார். തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കപ്പെട്ടു. തലയിലെ മുൾക്കിരീടങ്ങളെ வைத்து അവൻ അടിத்தார்கள். കൈകളും കാലുകളും ആണി കൊണ്ട് ചേർത്ത് അടിക്കപ്പെട്ടു. കൈകളും കാലുകളും ആണിയിനാൽ അടിക്കപ്പെട്ടിരുന്നു. അവന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ കീറിയെന്നാ പറയുന്നത്. അവருடைய മുതുകു മുഴുവനും ഉടവൻ ഉടുகிறது പോലെ ഇരുന്നത്. ശരീരത്തിലുള്ള രക്തം മുഴുവനായി ധാരധാരയായി ഭൂമിയിലേക്ക് അവരുടെ ഒഴുകി. ശരീരത്തിലുള്ള രക്തം മുഴുവനും ഭൂമിയിലെ വടിഞ്ഞിരുന്നത്. അപ്പോൾ ചുറ്റും നിന്ന സമൂഹം അവനെ നോക്കി വിളിച്ചു പറഞ്ഞു. அப்பொழுது அவரை சுற்றி நிற்கிற ஜனம் அவரை பார்த்து சொன்னார்கள், മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കുക. കൂടെ ക്രൂശിച്ചിരുന്നപ്പോൾ അങ്ങനെ നിലവിളിച്ചു. அங்கே சுற்றி இருந்தவர்களும் சிலுவையில் அறையப்பட்டிருந்தவர்கள் சொன்னார்கள், தேவாலயத்தை இடித்து 3 நாளைக்குள்ளே கட்டுகிறவனே, உன்னை நீயே ரட்சித்துக்கொள், எங்களையும் ரட்சித்துக்கொள் என்று சொன்னார்கள். അവര് ആക്രോശിച്ചു, നീ ദൈവഭക്തൻ എന്ന് നീ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. அவர்கள் உரைத்த குரலில் சொன்னார்கள், நீ தேவகுமாரன் என்று சொன்னாயே, நீ தேவன் மேல் நம்பிக்கை வைத்திருந்தாயே, அப்படியானால் நீ சிலுவை விட்டு இறங்கி வா. ജീവിതത്തിൽ ഏറ്റവും അധികം താൻ അനുഭവിച്ച പ്രലോഭനം ആ സമയത്താണ്. ஆமென். அவருடைய வாழ்க்கையில் மிகவும் அதிகமாய் சோதிக்கப்பட்டதான ஒரு நேரம் அந்த நேரம். താൻ ദൈവപുത്രനാണെന്ന് എനിക്കറിയാം. அவர் தேவகுமாரன் என்று அவருக்கு தெரியும். പിതാവ് തന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. பிதா தன்னோடு இருக்கிறார் என்று அவருக்கு தெரியும். താൻ പിതാവിന്റെ ഹിതമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. தான் செய்வது தேவ சித்தம் என்றும் அவருக்கு പക്ഷേ தெரியும். അത് ഇട്ടെറിഞ്ഞു ഓടുവാനുള്ള പ്രലോഭനമാണ് യേശു അനുഭവിക്കുന്നത്. ஆனால் அதை விட்டு விட்டு கீழே இறங்கக்கூடிய ஒரு அவன் சூழ்நிலையை அவருக்கு ஏற்படுத்தினார்கள். ഈ പ്രലോഭനം ഞാൻ അനുഭവിച്ചേക്കാം, നിങ്ങൾ അനുഭവിച്ചേക്കാം. ஆமென். இப்படிப்பட்டதான சோதனைகளை நானும் நீங்களும் அனுபவிக்க வேண்டிய நிலை உண்டாகலாம். ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, வாழ்க்கையின் போராட்டங்களின் நடுவிலே, ലോകം നമ്മളെ കുറ്റം വിധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, உலகம் நம்மை குற்றம் சுமத்துகிற சூழ்நிலை, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്ന സമയത്ത്, மற்றவர்கள் நம்மை பரியாசம் பண்ணுகிற മറ്റുള്ളവർ வேளையில், നമ്മളെ അപമാനിക്കുന്ന സമയത്ത്, மற்றவர்கள் நம்மை அவமானப்படுத்துகிற வேளையில், ക്രൂശ് ഉപേക്ഷിച്ച് പോകാനുള്ള പ്രലോഭനം നമുക്കുണ്ടായേക്കാം. அவன் சிலுவையை தள்ளிவிட்டு போகக்கூடிய சோதனைகள் நமக்கு வரலாம். പക്ഷെ ഇന്ന് രാത്രിയിൽ, ஆனால் இன்று இரவிலே പൂർണ്ണ നിശ്ചയത്തോടെ, முழு நிச்சயத்தோடு, ആത്മസമർപ്പണത്തോടെ, அவன் முழு അർപ്പണിപ്പോடு ഇന്ന് രാത്രിയിൽ ഏറ്റുപറഞ്ഞാട്ടെ, இன்று இரவிலே ஒன்றை சொல்லுவோம், അങ്ങയുടെ ക്രൂശിനോട് ഞാൻ ചേർന്ന് നിൽക്കും കർത്താവേ. உம்முடைய சிலுவையோடு நான் சேர்ந்து நிற்பேன். എന്റെ മരണം വരെ, എന്റെ അവസാനത്തെ ശ്വാസം വരെ, என்னுடைய மரணம் வரை, என்னுடைய கடைசி சுவாசம் வரையிலும் എന്റെ ചുമലിലുള്ള ക്രൂശ് വഹിച്ച് ഞാൻ നിന്നെ അനുഗമിക്കും. என்னுடைய தோளில் இருக்கிற சிலுவையை சுமந்து கொண்டு நான் உம்மை பின்பற்றுவேன். പലപ്പോഴും പിന്മാറിപ്പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. அநேக நேரங்களில் பின்மாறி செல்லக்கூடிய
ചെല്ലக்கூடிய சோதனைகள் പക്ഷേ ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ ഇരുന്ന് ഏറ്റുപറഞ്ഞാട്ടെ, കർത്താവേ, എന്റെ ജീവന്റെ ആയുസിന്റെ നാളുകളെല്ലാം ഞാൻ നിന്നെ അനുഗമിപ്പാനായി സമർപ്പിക്കുകയാണ്. ஆமென். இந்த கன்வென்ஷன்ல சொல்லுங்கள், ஆண்டவரே, என்னுடைய வாழ்நாள் முழுவதும் உம்மை பின்பற்றுவதற்காக என்னை அர்ப்பணிக்கிறேன் என்று சொல்லுங்கள். ധാരാളം പ്രതിസന്ധികൾ പൗലോസ്ലീഹ അനുഭവിച്ചു. அநேக போராட்டங்களை அப்போஸ்தலனாகிய பவுல் அனுபவித்தார். ഒത്തിരി ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിച്ചു. அநேக நெருக்கடிகளை அனுபவித்தார். പക്ഷെ അവിടൊന്നും താൻ പിന്മാറിപ്പോയില്ല. ஆனால் அங்கெல்லாம் அவர் சோர்ந்து பின்வாங்கவில்லை. അതുകൊണ്ട് വളരെ ചാരിതാർത്ഥ്യത്തോടെ സന്തോഷത്തോടെ അവൻ പറയുകയാണ്, ஆகையால் அவர் மிகவும் சந்தோஷத்தோடு சொல்கிறார், ഞാൻ നല്ല പോർ പൊരുതു, நான் நல்ல போராட்டத்தை போராடினேன், ഞാൻ ഓട്ടം തികച്ചു, ஓட்டத்தை முடித்தேன், ഞാൻ വിശ്വാസത്തെ കാത്തു. விசுவாசத்தை காத்துக்கொண்டேன். രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, இங்கே இருக்கிற தேவனுடைய பிள்ளைகளே, നമ്മുടെ മേലുള്ള വിളി, நம்மை அழைத்திருக்கிற அழைப்பு ക്രൂശെടുത്തവനെ അനുഗമിക്കുക എന്നുള്ളത്. சிலுவையை சுமந்து கொண்டு அவரை பின்பற்றுவது. ഈ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, இந்த பிரயாணத்தில் பிரச்சனைகள் உண்டு, പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം. ஆமென், ஸ்தோத்திரம். நம்மை பின்னுக்கு தள்ளுகிற நிலைகள் உண்டாகும். പക്ഷെ നമ്മുടെ യുദ്ധസേവ നന്നായി ചെയ്യുവാനിടയാകട്ടെ. ஆனால் நம்முடைய யுத்தத்தை நான் நன்றாக செய்ய ஆயத்தமாக வேண்டும். യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണമെങ്കിൽ இயேசு கிறிஸ்துவுடைய சாயலுக்கு ஒப்பாக மாற வேண்டுமானால் നാം അവന്റെ ശിഷ്യരായി മാറേണ്ടതുണ്ട്. நாம் அவருடைய சீஷர்களாக மாற வேண்டும். ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനായി നമ്മെ ഒരിക്കൽ കൂടി സഹായിക്കട്ടെ. இன்று இரவிலே அதற்காய் பரிசுத்த ஆவியானவர் ஒரு முறை கூட நமக்கு உதவி செய்வாராக. പേരിന് നിന്നെ അനുഗമിക്കുകയല്ല കർത്താവേ, പേരിന് നിന്നെ അനുഗമിക്കുക, பெயருக்காக நான் உம்மை பின்பற்றுவதல்ல, ക്രൂശെടുത്ത് ആത്മസമർപ്പണത്തോടെ നിന്നെ അനുഗമിക്കുക. சிலுவையை சுமந்து கொண்டு பூரண அர்ப்பணிப்போடு உம்மை பின்பற்றும்படியா ഞങ്ങളെ സഹായിക്കണമെന്ന് எங்களுக்கு உதவி செய்ய வேண்டுமே என்று ஜெபியுங்கள். പരിശുദ്ധാത്മാവിനായി നിങ്ങളെ സഹായിക്കട്ടെ. பரிசுத்த ஆவியானவர் அதற்காய் உங்களுக்கு உதவி செய்வாராக. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ, அவருடைய குமாரனுடைய சாயலுக்கு ஒப்பாக நாம் மாறும்போது അതിപ്രധാനമായ മറ്റൊരു കാര്യം, அதில் மிக முக்கியமான வேறொன்று, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം அப்போஸ்தலப்படிகள் 10ஆம் அதிகாரம் അതിന്റെ 38-ാമത്തെ വാക്യം വായിച്ചാട്ടെ. அவருடைய 38வது வசனத்தை வாசிக்கலாம். അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം அப்போஸ்தலப்படிகள் 10:38. ദൈവം പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. യേശു കർത്താവിനെ ക്രൂശെടുത്ത് ശിഷ്യനായി അനുഗമിക്കുമ്പോഴാണ് നാം അവന്റെ സ്വരൂപത്തിന് അനുരൂപരായി മാറുന്നത്. ஆண்டவராகிய இயேசு கிறிஸ்துவின் சிலுவை எடுத்துக்கொண்டு நாம் அவரை பின்பற்றும் போதுதான் நாம் அவருடைய சாயலுக்கு ஒப்பாக மாற முடியும். അങ്ങനെ ശിഷ്യരായി അനുഗമിക്കുന്ന തന്റെ മക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. அப்படி அவரை பின்பற்றுகிற தன்னுடைய ஜனங்களுக்கு, தன்னுடைய மக்களுக்கு அவர் கொடுக்கிற மிக முக்கியமான தானம் தான் பரிசுத்த ஆவியானவர். നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. அவன் நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்துவை பற்றி இங்கே சொல்லப்பட்டிருக்கு. അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരുന്നു. அவரை பரிசுத்த ஆவியினாலும் വല്ലമയിനാലും நிறைத்திருந்தார். യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവന്റെ ശരീരത്തിന്മേൽ ഇറങ്ങി. இயேசு கிறிஸ்து ஞானஸ்நானம் எடுத்து கரையேறின உடனே பரிசுத்த ஆவியானவர் புறாவை போல் அவர் மேல் இறங்கினார். നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി ഓരോരുത്തൻ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ജലത്തിൽ സ്നാനത്തിൽ അതേ സാക്ഷീകരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. நீங்கள் ஒவ்வொருத்தரும் ஆமென் இயேசு கிறிஸ்துவை சொந்த இரட்சகராக ஏற்றுக்கொண்டு பிதா குமாரன் பரிசுத்த ஆவி நாமத்திலே ஞானஸ்நானம் எடுக்கிற வேளையில் பரிசுத்த ஆவி என்கிற கிருபையை தானத்தை நீங்கள் பெற்றுக்கொள்வீர்கள் என்று சொல்லுகிறார். രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ മക്കൾ ഒരുമിച്ച് ഈ രാത്രി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. രക്ഷിക്കപ്പെട്ട தேவனுடைய பிள்ளைகள் ஒன்றாக சேர்ந்து கர்த்தரை மகிமைப்படுத்தலாம். അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. அதுதான் நம்முடைய வாழ்க்கையின் மிக முக்கியமான விசேஷமான பாக்கியமாக இருக்கு. എന്നാൽ തിരുവചനത്തിലെ അതുപോലെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ஆனால் வேதாகமத்தில் அதை போன்றதான முக்கியமான ஒரு கேள்வி, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? நீங்கள் விசுவாசித்த போது பரிசுத்த ஆவியை பெற்றுக்கொண்டீர்களா? പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിങ്ങൾ പ്രാപിച്ചുവോ? பரிசுத்த ஆவியின் ஞானஸ்நானத்தை பெற்றீர்களா? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചുവോ? பரிசுத்த ஆவியின் அபிஷேகத்தை பெற்றீர்களா? കാരണം യേശു അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു. ஏனென்றால் இயேசு
യേശു ക്രിസ്തു അഭിഷേകം പണ്ണപ്പെട്ടു. അവൻ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അവൻ പരിശുദ്ധ ആവിയിനാലും വല്ലമയിനാലും അപ്പൊ അവന്റെ സ്വരൂപത്തിന് നമ്മൾ അനുരൂപപ്പെടണമെങ്കിൽ അതേ അഭിഷേകം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ആമേൻ. അവരുടെ സായലുക്ക് ഒപ്പാകെ മാറ വേണ്ടുമാനാൽ അതേ അഭിഷേകം നമ്മേലും ഊറ്റപ്പെട வேண்டும். ആത്മനിറവിന്റെ അഭിഷേകം കാലാകാലങ്ങളായി പ്രാപിച്ച ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ദൈവത്തിന്റെ ജനം ഈ രാത്രി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ആവിயின் நிறைவை കാലാകാലങ്ങളിൽ പെറ്റதான தேவ பிள்ளைகள் இந்த இரவிலே அவரை மகிமைப்படுத்திக் கொண்டிருக்கலாம். കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്തരെ മഹിமைப்படுத்தலாம். എന്തിനാണ് ഈ ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞത്? എதற்காக ശിഷ്യர்களை பார்த்து காத்திருக்கும்படியாய் ஆண்டவர் சொன்னார். ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ശിഷ്യர்களுடைய வாழ்க்கையை ஒன்று கவனித்து பாருங்கள். യേശുവിനോട് ഇത്ര അടുത്തിരുന്ന വേറൊരു വിഭാഗമില്ലായിരുന്നു. യേശു ക്രിസ്തുവോട് ഇவ்வளவு നെരുക്കമായി ഇരുന്ന വേറൊരു കൂട്ടമില്ല. അവരെ കുറിച്ച് പറയുന്നത് they were with Jesus എന്നാണ്. യേശുവിനോട് ഒപ്പമുണ്ടായിരുന്നവരാണ്. അവരെ പറ്റി சொல்லும்போது அவர்கள் இயேசுவோடு கூட இருந்தவர்கள் என்று சொல்லப்பட்டிருக்கிறது. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും യേശുവിന്റെ അക്ഷരികമായ സാന്നിധ്യം അവർ അനുഭവിച്ചു. എന്നവെന്ന് சொன்னால் எழுத்தின்படியாக 24 மணி நேரமும் இயேசுவோடு இருந்தார்கள். അതാണ് അവരുടെ ഒന്നാം നമ്പർ ക്വാളിഫിക്കേഷൻ. அதுதான் அவர்களுடைய மிக முக்கியமான விசேஷமாயிருந்தது. വിദ്യാഭ്യാസം കുറവായിരുന്നു, படிப்பறிவு குறைவாயிருந்தது. സാമാന്യ ജനം എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. அவர்களை சாதாரணமானவர்கள் என்று வேதம் சொல்லுகிறது. പക്ഷേ അവരെ കുറിച്ച് പറയുന്നവർ യേശുവിനോട് കൂടെയായിരുന്നു. ஆனால் வேதம் சொல்லுகிறது அவர்கள் இயேசுவோடு இருந்தவர்கள் என்று. രണ്ടാമത്തെ കാര്യം, இரண்டாவதான காரியம், അവര് പഠിച്ചത് യേശുവിന്റെ പള്ളിക്കൂടത്തിൽ നിന്നാണ്. அவர்கள் கற்றுக்கொண்டது இயேசு கிறிஸ்துவுடைய பள்ளிக்கூடத்தில் இருந்து. ഇന്ന് നമ്മൾ ദൈവദാസന്മാരുടെ വായിൽ നിന്ന് വരുന്ന ദൈവവചനങ്ങളെ നമ്മൾ പഠിക്കുന്നു. இன்றைக்கு நாம் தேவனுடைய ஊழியர்களுடைய வாயிலிருந்து வருகிற வார்த்தைகளை கற்றுக்கொள்கிறோம். സഭയിൽ ഉപദേശമുണ്ട്, സഭയിൽ ഉപദേശം ഇരിക്കുന്നത്. ചിലരൊക്കെ വേദപഠനശാലകളിൽ പോയി ദൈവവചനം പഠിക്കുന്നവരുണ്ട്. ചിലർ വേദാഗമ കല്ലൂരികളിലെ പോയി വേദത്തെ കற்றுക്കൊള്ളുகிறார்கள். പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡി നമുക്കുണ്ട്. അവർ വിശേഷമായി ഒതുക്കപ്പെട്ടതാണ് ബൈബിൾ സ്റ്റഡി നമുക്ക് നடைபெறுகிறது. പക്ഷേ ഇവര് പഠിച്ചത് ഇങ്ങനെയൊന്നുമല്ല. ஆனால் ഇവர்கள் കற்றுക്കൊണ്ടത് ഇപ്പടിയല്ല. ഇവര് പഠിച്ചത് യേശുവിന്റെ അധരത്തിൽ നിന്നാണ്. അവர்கள் കற்றுക്കൊണ്ടത് യേശുവിന്റെ നേരടിயான വായിലിരുന്ന് തൃക്കാൽക്കൽ ഇരുന്ന് അവന്റെ വചനങ്ങളെ പഠിച്ചു എന്നാണ്. അവരുടെ തിരുപാദത്തിൽ അമർന്ന് വേദത്തെ കற்றுക്കൊണ്ടാர்கள். അതുകൊണ്ടാണ് ശിഷ്യന്മാര് പറഞ്ഞത്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അവൻ നിത്യ ജീവ വാർത്തകൾ ഉമ്മിടത്തിലുണ്ട്, ഉമ്മയെ വിട്ട് ഞങ്ങൾ എங்கே പോവും എന്ന് കേട്ടാർ. അപ്പോൾ ഒന്നവർ യേശുവിനോട് കൂടെയായിരുന്നു. அப்படினா முதலாவது அவர்கள் இயேசுவோடு இருந்தார்கள். രണ്ടവർ യേശുവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ്. இரண்டாவது அவர்கள் நேரடியாக இயேசுவினுடைய வாயிலிருந்து வந்த வார்த்தையை கற்றுக்கொண்டார்கள். ഇനി ഇവരുടെ മൂന്നാമത്തെ പ്രത്യേകത, ഇനി ഇവരുടെ മൂന്നാമത്തെ വിശേഷം, ഇവരെ ശുശ്രൂഷയ്ക്ക് അയച്ചത്, ഇവരെ ഊഴിയത്തിற்கு അനുപ്പിനത് ഒരു പ്രത്യേക സഭയല്ല, ഒരു குறிப்பிட்ட സഭയല്ല, ഒരു പ്രത്യേക സംഘടനയല്ല, ഒരു குறிப்பிட்ட സ്ഥാപനമല്ല. അവരെ ദൗത്യത്തിനു വേണ്ടി അയച്ചത്, അവരെ அந்த பொறுப்பிலே അനുപ്പിനത് യേശു തന്നെയാണ്. യേശു നേരടിயாக അനുപ്പിനാർ. യേശു നേരിട്ടാണ് അവരെ അയക്കുന്നത്. യേശു നേരടിயாக അവരെ അനുപ്പിനാർ. അപ്പോൾ ഈ മൂന്ന് വിധ ക്വാളിഫിക്കേഷൻ അവർക്കുണ്ട്. இந்த மூன்று விதமான விசேஷம் அவர்களுக்குண்டு. എന്നിട്ടും യേശു അവരോട് പറഞ്ഞു, அப்படி இருந்தும் இயேசு அவர்களை பார்த்து சொன்னார், പെട്ടെന്ന് നിങ്ങൾ സുവിശേഷം പ്രചരിപ്പിക്കാൻ പോകരുത്. நீங்கள் சீக்கிரமாக போய் சுவிசேஷத்தை அறிவிக்க போக வேண்டாம். നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. நீங்கள் കാത്തിരിக்க வேண்டும். അതെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? எதற்காக காத்திருக்க வேண்டும்? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ என்னுடைய பிதா வாக்குத்தத்தம் பண்ணி ഞാൻ இருக்கிறார். നിങ്ങളുടെ മേൽ അയക്കും. அவன் நான் உங்களுக்கு அனுப்புவேன். അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. அதற்காக நீங்கள் காத்திருக்க வேண்டும். അതാരാണ് ഈ വാഗ്ദത്തം ചെയ്തപ്പെട്ടത്? அவன் அது யார்? இந்த வாக்குத்தத்தம் பண்ணப்பட்டவர் യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. இயேசு கிறிஸ்து சொன்னார், நான் போகிறது உங்களுக்கு பிரயோஜனமாய் இருக்கும். പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരത്തില്ല. நான் போகாதிருந்தால் தேற்றரவாளன் உங்களிடத்தில் வரமாட்டார். ഞാൻ പോയി കഴിഞ്ഞാലോ, நான் போனதற்கு அப்புறம் സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, அவன் சத்தியத்தின் ஆவியாக வேறொரு தேற்றரவாளனை എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. എന്നേക്കും உங்களோடு இருப்பதற்காய் அனுப்பி தருவேன். വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ആത്മാവിനെ പകരും. വിശ്വാസിക്കുന്നവരുടെ മേൽ இந்த ആവിയെ പകർന്നു കൊടുപ്പേൻ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിനെ പ്രാപിച്ച ദൈവജനം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. இந்த இரவிலே വിശ്വാസിക്കുന്നവരുടെ മേൽ പകർന്നു കൊടുക്കുന്ന ദേവാവിയെ പെറ്റവர்கள் കർത്തരെ മഹിമപ്പെടുത്തി ഈ കൊണ്ടിരിക്കുന്നു. ആത്മാവിനെ കുറിച്ച് പറയുന്നത്, ചോദിക്കുന്നവർക്ക് അവൻ എത്ര അധികം നൽകുമെന്നാണ്. ആമേൻ. இந்த ആവിയെ പറ്റി சொல்லும்போது கேட்கிறவர்களுக்கு அவர் கொடுப்பது அதிக நிச்சயமல்லவா என்று சொல்லப்படுகிறது. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, உம்முடைய ஆவியினால் என்னை நிரப்பும் என்று இந்த இரவிலே ஜெபித்துக் கொண்டு அமர்ந்திருப்போம். പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ பரிசுத்த ஆவியானவரை பற்றி சொல்லும்போது മൂന്ന് അനുഭവങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. மூன்று அனுபவங்கள் உண்டு என்று சொல்லப்பட்டிருக்கிறது. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധ ആവിയിനാലുള്ള ജ്ഞാനസ്നാനം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, പരിശുദ്ധ ആവിയിനാലുള്ള ജ്ഞാനസ്നാനം. once for one time, ഒറ്റ ടൈമിലുള്ള പ്രവൃത്തിയാണത്. അത് പരിശുദ്ധ ആവിയിനാലുള്ള ജ്ഞാനസ്നാനം എന്ന് சொல்வது ഒരേ ഒരു മുறை மட்டுமே கிடைக்கும். ജലസ്നാനം ഒരിക്കലേ ഉള്ളൂ, അതുപോലെ പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലേ ഉള്ളൂ. ஞானஸ்நானம் தண்ணீரிலே மூழ்கி எடுக்கிற ஞானஸ்நானம் ஒரு முறை, அதே போன்று பரிசுத்த ஆவியினாലുള്ള ஞானஸ்நானம் ஒரு முறைதான். രണ്ടാമത്തെ പടി, இரண்டாவது படி പരിശുദ്ധാത്മാവിന്റെ നിറവ്, பரிசுத்த ஆவியானவருடைய பரிசுத்த ஆவியினாலே நிரப்பப்படுதல், filling of the Holy Spirit. பரிசுத்த ஆவியினாலே நிரப்பப்படுதல் അത് കൂടെ കൂടെ ഉണ്ടാകുന്ന അനുഭവമാണ്. அது அடிக்கடி நடைபெறக்கூடிய ஒன்று. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് അവരുടെ മേൽ വന്നു. பெந்தேகோஸ்தே நாளிலே பரிசுத்த ஆவியானவர் அவர்கள் மேல் இறங்கினார். പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. அவர்கள் பரிசுத்த ஆவியினால் நிரம்பினார்கள். കുറച്ചു കഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. அவன் சற்று கழிந்த உடனே சாஸ்திரிகளும் நியாயசாஸ்திரிகளும் பரிசேயரும் சொன்னார்கள், இயேசுவின் நாமத்தை சொல்லக்கூடாது. അവരത് കേട്ടിട്ട് തിരിച്ചു വന്നു. அவர்கள் அதை கேட்டு திரும்பி வந்தார்கள். ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ഒന്നായി കൂടി ജപിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാവിയാനവർ അവരെ നിറപ്പിനാർ. കൂടെ കൂടെ ദൈവാത്മാവ് അവരെ നിറച്ചുകൊണ്ടിരുന്നു. അവൻ അടിക്കടി അവരെ പരിശുദ്ധാവിയാൽ നിറപ്പപ്പെട്ടാർ. കൂടെ കൂടെ നിറയപ്പെടുന്ന ഒരു അനുഭവം നമുക്കില്ലെങ്കിൽ, അവൻ അടിക്കടി നിറപ്പപ്പെടുന്ന അനുഭവം നമുക്കില്ലാതെ ഈ രാത്രി ദൈവത്തോട് പറഞ്ഞാട്ടെ, നിന്റെ ആത്മാവിനാൽ എന്നെ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി നിറയ്ക്കണമേ. അവൻ ഇന്ന് இரவிலே சொல்லுங்கள், ஆண்டவரே ஒரு விசை கூட எங்களை நிரப்பும் என்று கேளு. മൂന്നാമത്തെ കാര്യം, மூன்றாவது anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാവിനാലുള്ള അഭിഷേകം. പരിശുദ്ധാത്മാവ് അഭിഷേകം എന്തിനാ? പരിശുദ്ധാവിൻ അഭിഷേകം എதற்கு? അഭിഷേകത്തിന്റെ അർത്ഥം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കുക എന്നതാണ്. അഭിഷേകം என்பதனுடைய பொருள் ஒரு குறிப்பிட்ட காரியத்திற்காக ஏற்படுத்துதல் என்பதாயிருக்கிறது. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നത് കോരശന്റെ അഭിഷേക്തനാണ്. ആമേൻ. ആകയാൽ പഴയ ഏർപ്പാട്ടിലെ കോരേസ് என்னுடைய நான் அபிஷேகம் பண்ணினவர் என்று சொல்லப்படுகிறது. അതിന്റെ അർത്ഥം I have appointed him for a particular task. அவர் குறிப்பிட்ட ஒரு காரியத்திற்காக அவரை தேவன் அபிஷேகம் பண்ணியிருந்தார். നമ്മളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാവിനാലെ ജ്ഞാനസ്നാനം എടുക്കും. പരിശുദ്ധാത്മ നിറവ് നമുക്ക് തരും. പരിശുദ്ധാവിൻ നിറവെ തരുവാർ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവൻ നമ്മെ സഹായിക്കും. അതോട് ചേർന്ന് പരിശുദ്ധാവിനാലുള്ള അഭിഷേകത്താൽ നമ്മെ നിറപ്പുവാർ. ഈ രാത്രി ദൈവാത്മാവ് തനിക്ക് ബോധിച്ചതുപോലെ അവർ ഇന്നിരവിലെ പരിശുദ്ധാവിയാനവർ അവരുടെ സിത്തത്തിൻപടി അവന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരുമാറാകട്ടെ. അവരുടെ അഭിഷേകത്തെ നമ്മേൽ പകരുവാറാകട്ടെ. കൃപകൾ നമ്മുടെ മേൽ പകരുമാറാകട്ടെ. കൃപകൾ നമ്മേൽ പൊഴിവதாக. വരങ്ങളാൽ അവൻ നമ്മെ നിറയ്ക്കുമാറാകട്ടെ. വരങ്ങളാൽ നമ്മെ നിറപ്പുവാറാകട്ടെ. ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്നിരവിലെ അതற்காய் ആശയോട് കാത്തിരിക്കുന്ന ദൈവപിള്ളകൾ ആത്മാവിന്റെ സ്നാനം എനിക്ക് ആവശ്യമാണ് കർത്താവേ. ഉമ്മുடைய അഭിഷേകത്തിനുള്ള ജ്ഞാനസ്നാനം എനിക്ക് എന്റെ ആത്മാവിന്റെ നിറവ് എനിക്ക് ആവശ്യമാണ് കർത്താവേ. ഉമ്മുடைய ആവിയിനാൽ നിറപ്പപ്പെടുகிறது എനിക്ക് എന്റെ ആത്മാവിന്റെ അഭിഷേകം എനിക്ക് ആവശ്യമാണ്. ഉമ്മുடைய ആവിയിനാലുള്ള അഭിഷേകം എനിക്ക് தேவை. യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ வாழ்க்கையை கவனித்து பாருங்கள். അവന്റെ തുടക്കം പരിശുദ്ധാത്മാവിനാല. അവരുടെ ആരംഭം പരിശുദ്ധാവിനാൽ ഉണ്ടാனது. അവന്റെ അമ്മ മറിയയോട് ദൂതൻ പറഞ്ഞു, അവരുടെ തായാകിയ മറിയാളെ பார்த்து தூதன் சொன்னார், നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, உனக்கு கிருபை கிடைத்திருக்கிறது, നീ ഒരു മകനെ പ്രസവിക്കും, നീ ഒരു കുമാരനെ പെറുവാய். അവൾ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, അവൾ சொன்ன അതുവെല്ലാം ശരി, പക്ഷേ എനിക്ക് ചില സംശയമുണ്ട്. ஆனால் எனக்கு சில சந்தேகங்கள் இருக்கிறது. This is illogical. യുക്തിക്ക് നിരക്കത്തില്ല. ഇത് നമ്മുടെ അറിവിற்கு ഒത്തുവരാത്ത വിഷയം. This is not scientific. ഇത് ശാസ്ത്രീയമല്ല. ഇത് അറിവിയലുക്കും ഒത്തുവരാതെ. ഇത് നടക്കത്തില്ല. ഇത് നடைபெறாது. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് ഇനി എങ്ങനെ നടക്കും? അപ്പോ അവ കേട്ടാൽ എപ്പടി നടക്കും? ദൂതൻ അവളോട് പറഞ്ഞു, ദൂതൻ சொன்னார், പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാവിയാനവർ ഉന്മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉന്നതമാനവർ ഉന്മേൽ നിഴലിടുവാർ, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആകയാൽ ഉന്നിൽ ഉരുവാകുന്നത് അവൻ ദേവനുடைய കുമാരൻ എന്ന് അழைക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അവളുടെ ഉദരത്തിൽ ആ സൃഷ്ടി നടന്നത് ആത്മസാന്നിധ്യം കൊണ്ടാണ്. അവൻ മറിയാളുടെ വയറ്റിൽ ഉരുവാനത് പരിശുദ്ധാവിയാനവരുടെ செயல்பாடாയിരുന്നത്. ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത് ആത്മാവിന്റെ പ്രവൃത്തി കൊണ്ടാണ്. ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത് ആവിയിനാലുള്ള செயல்பாടിനാൽ നடைபெறுகிறது. ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യൻ യേശുവിടത്തിൽ വന്നപ്പോൾ சொன்னார், നിനക്ക് ന്യായപ്രമാണം എല്ലാം നന്നായി അറിയാം, അവർക്ക് ന്യായപ്രമാണം നന്നായി தெரியும், മോശയുടെ പ്രമാണമൊക്കെ നീ പഠിച്ചവനാണ്, ആമേൻ, മോശയുടെ പ്രമാണത്തെ അറിഞ്ഞവൻ, പക്ഷെ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ നിനക്ക് കഴിയത്തില്ല. ആന മറുപടി നീ പിറവാവിട്ടാൽ ദേവന്റെ രാജ്യത്തിൽ പ്രവേശിക്ക മാട്ടാ. അതെന്താ ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം? ഇനിയും അമ്മയുടെ ഉദരത്തിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ സാധിക്കുമോ? അത് എന്നെ മറുപടി പിറപ്പ്, മറുപടി ഞാനുடைய തായ് വയറ്റിലേക്ക് പോയി മറുപടി പിറക്ക വേണ്ടുമാ എന്ന് കേട്ടാ. യേശു അവനോട് പറഞ്ഞു, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. യേശു അവനെ பார்த்து சொன்னார், ജലത്തിനാലും ആവിയിനാലും പിറവാവിട്ടാൽ ദേവന്റെ രാജ്യത്തിൽ പ്രവേശിക്ക മാട്ടാൻ. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്ത മറുപടി പിറന്ന ദേവജനങ്ങൾ ഇന്നിരവിലെ ദേവനെ മഹിമപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുള്ള സ്ഥലങ്ങളിൽ, പരിശുദ്ധാവിയാനവർ ക്രിയ ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുമ്പോൾ
പോകുമ്പോൾ അവൻ വേദവസനം കടന്നു ചെല്ലുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറും. ഒരുവൻ പുതു സൃഷ്ടിയാക അവന്റെ മാറുகிறான். പഴയ അനുഭവങ്ങൾ മാറിപ്പോകാൻ அவருடைய பழைய நிலைகள் எல்லாம் மாறுகிறது. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. இன்று இரவிலேயும் பரிசுத்த ஆவியாருடைய அசைவாடுதல் இங்கே നമ്മുടെ இருக்கிறது. ഹൃദയങ്ങൾക്ക് അവൻ രൂപാന്തരം തരും. நம்முடைய இருதயங்களை அவர் உருமாற்றிக் പുതിയ கொண்டிருக்கிறார். സൃഷ്ടിയുടെ അനുഭവങ്ങളെ ദൈവം തരും. புதிய சிருஷ்டியினுடைய அனுபவங்களை நமக்கு ഇന്ന് தருவார். രാത്രിയിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ചില പുതിയ സൃഷ്ടികൾ ഉളവായി വരണം. அவர் இன்று எத்தனை பேர் ஜெபித்துக் கொண்டிருக்கிறீர்கள்? ஆண்டவரே, இந்த கன்வென்ஷன் முடியும் போது சில புதிய சிருஷ்டிகள் உருவாகி வர வேண்டும். ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു കൺവെൻഷൻ ആയിട്ട് ഇത് മാറാതെ, இது ஒரு விசுவாச சமூகத்திற்காக நடத்துகிற ஒரு கன்வென்ஷனாக மட்டும் நிற்காமல், ഇതുവരെയും ഹൃദയത്തിൽ ക്രിസ്തു ഉരുവാകാത്ത, ഇതുവരെയും ക്രിസ്തു ഹൃദയത്തിൽ രൂപപ്പെടാത്തവരുടെ ജീവിതങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്ന അനുഭവങ്ങളായി അത് മാറട്ടെ. இதுவரையிலேயும் கிறிஸ்து இருதயத்தில் உருவாக்கப்படாத, இதுவரையிலேயும் கிறிஸ்து அவன் கிறிஸ்துவுக்குள் வராத ஜனங்களுக்காக இது மாறட்டும். അപ്പോ തുടക്കം, സൃഷ്ടിയുടെ തുടക്കം ആത്മസാന്നിധ്യം കൊണ്ടാണ്. അവൻ സൃഷ്ടിയുടെ ആരംഭം ആവിയിനുடைய പ്രസന്നത്തിലാണ് നடைபெறுகிறது. ഒരു ഉദാഹരണം കൂടി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ, വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു എടുത്തുകാട്ട് കൂടെ சொல்லுகிறோம். ஆதியாகமம் 1-ாம் அதிகாரம் 1-ாம் வசனத்தில் 1-ாம் அதிகாரத்தில் பார்க்கும்போது ஆவியானவர் ஜலத்தின் மேல் அசைவாடி கொண்டிருந்தார். വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. வெளிச்சம் உண்டாகட்டும் என்று சொன்னார். പിന്നീട് നടന്നത് സൃഷ്ടിപ്പിന്റെ അനുഭവങ്ങളാണ്. அதற்கப்புறம் நடந்தது சிருஷ்டிப்பின் அனுபவங்கள் உண்டான. തുടക്കം ആത്മ പരിവർത്തനത്താലാണ്. അവൻ ആരംഭം ആവിയാനവരുടെ അസൈവാടുതലിനാലെ. രണ്ട്, യേശു ആത്മാവിൽ ചലിച്ചവനാണ്. இரண்டாவது இயேசு ஆவியினாலே அசைந்தவராயிருந்தார். യേശു പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് ചെന്നു. இயேசு சோதிக்கப்படும்படியாய் வனாந்தரத்திற்கு கொண்டு 3 போகப்பட்டார். പരീക്ഷകൾ താൻ അതിജീവിച്ചു. அவர் 3 விதமான சோதனைகளை சகித்தார். സാത്താൻ അവനെ വിട്ടുപോയി. சாத்தான் அவனை விட்டு போறார். അവനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, அவனை பற்றி சொல்லப்பட்டிருக்கிறது. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങി വന്നു. இயேசு ஆவியின் வல்லமையோடு கலிலேயாவுக்கு புறப்பட்டார். പിന്നീടുള്ള അവന്റെ ജീവിതം, ശുശ്രൂഷയിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പരിവർത്തനം നമ്മൾ കാണുന്നു. அதற்கப்புறமுள்ள அவருடைய ஊழியங்களில் எல்லாம் பரிசுத்த ஆவியானவருடைய வல்லமை வெளிப்பட்டது. കർത്താവേ, പുതിയ സൃഷ്ടിയായപ്പോൾ ഒരു ആത്മാവിന്റെ പരിവർത്തനം എന്നിൽ നടന്നതാണ്. ஆண்டவரே, நான் புதிய சிருஷ்டியான போது ஆவியானவருடைய செயல்பாடு என்னில் நடைபெற்றது. പക്ഷെ അവിടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ஆனால் அதிலேயே நான் நின்றுவிட விரும்பவில்லை. ഒരു ആത്മ നിറവിന്റെ ജീവിതം നീ എനിക്ക് തരണമേ. ஒரு ஆவியின் நிறைவுள்ள வாழ்க்கை எனக்கு தர வேண்டும். ആത്മ നിയന്ത്രിതമായ ഒരു ജീവിതം നീ എനിക്ക് തരണമേ. ஆவியினால் நடத்தப்படுகிற ഒരു வாழ்க்கை எனக்கு தர കാരണം வேண்டும். വചനം പറയുന്നു, ആത്മാവ് നടത്തുന്നവരെല്ലാവരും, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ஏனென்றால் வேதம் சொல்லுகிறது, தேவனுடைய ஆவியினால் நடத்தப்படுகிறவர்கள் தேவனுடைய புத்திரராய் இருக்கிறார்கள். ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ, ദൈവാത്മാവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. இன்று இரவிலே ஜெபிப்போம். பரிசுத்த ஆவியானவரே, உமக்கு முன்பாக நாங்கள் எங்களை ஒப்புக் கொடுக்கிறோம். പരിശുദ്ധാത്മ നിയന്ത്രിതമായ ചിന്തകൾ ഞങ്ങൾക്ക് തരണമേ. பரிசுத்த ஆவியினால் நடத்தப்படுகிற சிந்தனைகளை எங்களுக்கு தாரும். പരിശുദ്ധാത്മ നിയന്ത്രിതമായ പ്രവൃത്തികളെ ഞങ്ങൾക്ക് തരണമേ. பரிசுத்த ஆவியினால் நடத்தப்படுகிற கிரியைகளை எங்களுக்கு தாரும். പരിശുദ്ധാത്മ നിയന്ത്രിതമായ അനുഭവങ്ങളെ ഞങ്ങൾക്ക് തരണമേ. பரிசுத்த ஆவியினால் நடத்தப்படுகிற அவன் நிலை சூழ்நிலைகளை எங்களுக்கு അങ്ങനെ தாரும். യേശു തന്റെ ജനനത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു. തന്റെ ശുശ്രൂഷയിൽ ഉടനീളം പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു. அப்படி இயேசுவுடைய ஜனன பிறப்பில் மற்றும் அவருடைய ஊழியத்தின் முழு பகுதிகளிலும் ஆவியானவருடைய நடத்துதல் இருந்தது. തീർന്നില്ല, முடியவில்லை. ഇനി ഇതിനൊരു ഉപാധിയുണ്ട്, പ്രസക്തിയുണ്ട്. இனியும் இதற்கொரு ஆமென் விசேஷம் இருக்கிறது. യേശുവിനെ കുറിച്ച് പറയുകയാണ്, இயேசுவை பற்றி சொல்லப்பட்டிருக்கு. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നെങ്കിൽ, ஆமென், மரித்தவர்களிடத்திலிருந்து உயிர்ப்பித்த தேவனுடைய ஆமென் ஆவி உங்களில் வாசம் பண்ணுமே. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ അതേ ആത്മാവിനാൽ തന്നെ നിങ്ങളുടെ മർത്യയ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ஆமென், கிறிஸ்துவை மரித்தோரிலிருந்து எழுப்பினவருடைய அதே வல்லமை அவர் உங்களுடைய சரீரங்களையும் உயிர்ப்பிக்கும். ശരീരം മുഴുവൻ അടിക്കപ്പെട്ടവനായി, அவன் சரீரம் முழுவதும் காயங்களால் நிறைந்தவர், തകർക്കപ്പെട്ടവനായി. அவன் நொறுக்கப்பட்டவர். ഒരു പക്ഷേ ഈ ഉലകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ തകർന്ന ഒരു ശരീരം കാണത്തില്ല. இந்த உலக வரலாற்றில் இதை போன்று நொறுக்கப்பட்ட ஒரு உடல் ஒரு இருக்காது. ആ ശരീരമാണ് കല്ലറയ്ക്കകത്തേക്ക് വെച്ചത്. அந்த சரீரத்தை தான் கல்லறைக்குள்ளே வைத்தார். ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ചു നോക്കണം. എഫേസ്യർ 1:17 எபேசியர் 1-ாம் அதிகாரம் 17 முதലുള്ള വചനങ്ങൾ നിങ്ങൾ വീട്ടിലെ പോയി അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. விசுவாசிக்கிறவர்களுக்காக கிரியை செய்கிற அவருடைய ஆவியின் வல்லமை
ஆமென் இவ்வளவு பெரியது என்பதை நீங்கள் அறிய வேண்டும் என்று உங்களுக்காய் ஜெபிக்கிறேன் என்று சொல்கிறார். അതെന്താ കർത്താവ് ഈ ശക്തിയുടെ പ്രാധാന്യം? அது என்ன ஆண்டவரே இந்த சக்தி இந்த வல்லமையினுடைய முக்கியம்? അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. அதற்கு ஒரு எடுத்துக்காட்டு அங்கே ഈ சொல்லப்பட்டிருக்கிறது. അത്യന്ത ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. இந்த வல்லமை கிரியை செய்யுமானால் அங்கே என்ன நடைபெறும் என்று சொல்லப்பட்டிருக்கிறது. ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു. அந்த வல்லமை கிறிஸ்துவில் கிரியை செய்தது. എപ്പോൾ വ്യാപരിച്ചു? எப்பொழுது? അവൻ കല്ലറയ്ക്കകത്തിരുന്നപ്പോൾ വ്യാപരിച്ചു. அவரை கல்லறைக்குள்ளே வைத்திருந்த போது அது நடைபெற்றது. അടിക്കപ്പെട്ട, തകർക്കപ്പെട്ട, വേദന അനുഭവിച്ച, നിന്ദ അനുഭവിച്ച, താടിരോമങ്ങൾ പിടിതെടുക്കപ്പെട്ട ആ ശരീരത്തിന്റെ മേൽ ഈ ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചു. ஆமென் ஸ்தோத்திரம். காயங்கள் நிறைந்திருந்த அவருடைய சரீரம் முழுவதும் நொறுக்கப்பட்டிருந்த அவருடைய சரீரத்தின் மேல் இந்த உயிர்ப்பின் வல்லமை கிரியை செய்தது. ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോ அந்த வல்லமை வியாபரித்த போது മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ஆமென் மரணத்தால் அவரை அடக்கி வைக்க முடியவில்லை. ആ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ அந்த வல்லமை நமக்குள்ளே செயல்படுவேயானால் മരണത്തിന് നമ്മളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. மரணத்தால் நம்மை கட்டுப்படுத்த முடியாது. സന്തോഷമുള്ളവർ ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാൽ சந்தோஷமுள்ளவர்கள் தேவனை மகிமைப்படுத்தலாம். അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ஆகையால் மரணமே உன் கூரங்கே, മരണമേ നിന്റെ വിഷമുള്ളവിടെ? பாதாளமே உன் ஜெயம் எங்கே? യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം തരുന്ന ദേവനുക്ക് സ്തോത്രം. അതാണ് ദൈവത്തിന് യേശുവിനെ ആത്മാവിനാലും ശക്തിയാലും അവൻ അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞു. ஆகையால் യേശുவை பரிசுத்த ஆவியினாலும் வல்லமையினாலும் நிரப்பி இருந்தார் என்று சொல்லப்பட்டிருக்கிறது. ദൈവപുത്രൻ தேவகுமாரன் ആ ശക്തിയാൽ ഉൽപാദിതനായവനാണ്. அந்த வல்லமையினாலே உருவானவர், ആ ശക്തിയാൽ ചലിച്ചവനാണ്, அந்த வல்லமையினாலே ആ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവൻ, அந்த வல்லமையினால் உயிர்த்தெழுந்தவர். മാർത്താണ്ഡ ഡിസ്ട്രിക്റ്റിലുള്ള ദൈവജനം ആ ശക്തിയാൽ പുതിയ സൃഷ്ടികളായി മാറിയവരാണ്. மார்த்தாண்ட மாவட்டத்தில் உள்ள தேவனுடைய ஜனங்கள் அந்த வல்லமையினால் பலனை பெற்றுக்கொண்டவர், ആത്മശക്തിയാൽ നടക്കേണ്ടവരാണ്, அந்த ஆவியின் வல்லமையினால் நடக்க வேண்டியவர். കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ஆண்டவருடைய வருகை பிந்துமானால் நாம் எல்லாரும் உலகத்தை விட்டு மாற்றப்பட வேண்டும். പക്ഷെ ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ, ஆனால் ஒரு நாள் எக்காலம் ധ്വനിக்கும் போது ആ ശക്തി ആവസിച്ചിരുന്ന തന്റെ മക്കൾ ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. அந்த வல்லமையினால் நிரப்பி இருந்த ஜனங்கள் அவர் உயிரோடு எழுந்திருப்பார்கள். ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. இன்று இரவிலே ஆண்டவருக்கு மகிமை செலுத்துங்கள். അങ്ങയുടെ പുത്രന്റെ സ്വരൂപത്തോട് ஆமென் அவருடைய குமாரனுடைய சாயலுக்கு ஒப்பாக അനുരൂപപ്പെടുവാൻ ஆமென் ஒப்பாகும்படியா ഞങ്ങളെ നീ സഹായിക്കണമേ. எங்களுக்கு நீர் உதவி செய்ய வேண்டும். അങ്ങയുടെ ക്രൂശ് എടുത്ത് உம்முடைய சிலுவையை അങ്ങയെ சுமந்து അനുഗമിക്കുവാൻ உம்மை பின்பற்றும்படியா ഞങ്ങളെ സഹായിക്കണമേ. எங்களுக்கு உதவி செய்யும். ഒരു കാര്യം കൂടി ഇന്ന് രാത്രി നിങ്ങളോട് ഓർപ്പിച്ചിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ஒன்றை கூட சொல்லிக்கொண்டு நான் ஜெபிக்க விரும்புகிறேன். യേശു കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുന്ന കാര്യമാ പറഞ്ഞത്. இயேசு கிறிஸ்துவுடைய சரீரத்தோடு நாம் ஒப்புரவாகிற அவன் சாயலுக்கு ஒப்பாக மாறுவதை பற்றி சொல்லுங்க. നമ്മുടെ സ്വഭാവവും നമ്മുടെ മനോഭാവവും நம்முடைய சுபாவமும் நம்முடைய மனநிலையும் നമ്മുടെ ആത്മ മനുഷ്യന്റെ അനുഭവങ്ങളും நம்முடைய ஆவிக்குரிய மனிதனுடைய அனுபவங்களும் രൂപാന്തരത്തിന് വിധേയമാകും. ஆமென் மறுரூபமாவதற்கு ஒப்பாக. പക്ഷെ അത് മാത്രമല്ല, அது மட்டுமல்ல, ഒരു ദിവസം ஒரு நாள் നമ്മുടെ ശരീരം நம்முடைய உடலும் പുത്രൻ അനുരൂപമായി രൂപാന്തരപ്പെടും. குமாரனுடைய சாயலுக்கு ஒப்பாக மாறும். ഒരു വാക്യം വായിച്ചാട്ടെ. ஒரு വചനத்தை വാസിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം பிலிப்பியருக்கு நிருபம் 3-ஆம் அதிகாரம் അതിന്റെ 20-21 വാക്യങ്ങൾ. அவருடைய 20-21 വചനങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പൗരത്വമോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന്, അവിടെ നിന്ന് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് അവൻ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. നമ്മുടെ ശരീരം ആമേൻ നമ്മുടെ ശരീരം ബലഹീനമായ ശരീരം, നമ്മുടെ ശരീരം രോഗാതുരമായ ശരീരമാണ്, നമ്മുടെ ശരീരം വ്യാധിയുള്ള ശരീരം, നമ്മുടെ ശരീരം മർത്യമായ ശരീരമാണ്, നമ്മുടെ ശരീരം അല്പമായ ശരീരം, മൺമയമായ ശരീരമാണ്. ആമേൻ മണ്ണാന ഉടലായിരിക്കുന്നത്. ഒരു ദിവസം അവിടെ നിന്ന് കർത്താവ് രാജാവായി വരും. നമ്മുടെ ആണ്ടവർ മേലെ ഇരുന്ന് ഇറങ്ങി വരുമ്പോൾ അന്ന് നമ്മുടെ ഈ ശരീരം
அன்றைக்கு இந்த சரீரம் തന്റെ മഹത്വമുള്ള ശരീരത്തോട്, தம்முடைய மகிமையான சரீரத்துக்கு, തന്റെ സ്വർഗീയമായ ശരീരത്തോട് அவன் பரலோகத்திற்குரிய சரீரத்தோடு അനുരൂപമായി രൂപാന്തരപ്പെടും. அவன் ஒப்பாக மறுரூபமாகும். ഈ രാത്രിയിൽ അപ്രത്യാശയുള്ള ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം இந்த ചെയ്യും. இரவிலே அப்படிப்பட்ட நம்பிக்கையோடு இருக்கிற ஜனங்கள் தேவனை மகிமைப்படுத்தணும். ഇന്നത്തെ കഷ്ടങ്ങൾ അങ്ങ് മാറും. இன்றைக்குள்ள கஷ்டங்கள் எல்லாம் மாறும். ഇന്നത്തെ രോഗ അനുഭവങ്ങൾ അങ്ങ് മാറും. இந்த வியாதியுள்ள சூழ்நிலை எல்லாம் ഇന്നത്തെ மாறும். കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരും. இந்த கண்ணீருள்ள சூழ்நிலைகள் எல்லாம் ഇന്നത്തെ மாறும். വ്യാധികളുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരും. இன்றைக்கு இருக்கிற பிரச்சனைகள் எல்லாம் மாறும். സ്വർഗീയനായവന്റെ പ്രതിമ ഞങ്ങൾ ധരിക്കും. ஆமென். பரலோகத்துக்குரியவருடைய சாயலை நாம் தரிப்போம். അതാണ് പുത്രന്റെ ശരീരം എന്ന് പറയുന്നത്. அதுதான் குமாரனுடைய சாயல் என்று പുത്രന്റെ സ്വരൂപം എന്ന് പറയുന്നത്. அதுதான் அவருடைய சாயல் என்று சொல்வது. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം அப்போஸ்தலனாகிய யோவான் எழுதின 1-ാം நிருபம் അതിന്റെ 3-ാം അധ്യായം 3-ാം அதிகாரம் 2-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. 2வது വചനം മുതൽ വാസിக்கலாம். യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാണ്. നമ്മൾ എല്ലാവരും ദൈവമക്കളാണ്. நம்ம எல்லாரும் தேவனுடைய பிள்ளைகளாய் இருக்கிறோம். നാം ഇന്നത് ആകുമെന്ന്, പക്ഷേ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. நாம் இவ்விதமாய் இருப்போம் என்று இன்னும் வெளிப்படவில்லை. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആകിലും അവർ വെളിപ്പെടുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. അവർ ഇരിക്കുന്ന വണ്ണമാകவே നാം അവരെ ദർശിப்போம். കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും, അവർക്ക് ഒപ്പാനവരായിരിப்போம் എന്ന് നാം അറിയുന്നു என்று நாம் அறிந்திருக்கிறோம். ഈ സഭായോഗത്തിന്റെയും இந்த கூட்டத்தினுடைய ഉപവാസ പ്രാർത്ഥനകളുടെയും ഉപവാസ ജപങ്ങളുடைய കൺവെൻഷനുകളുടെയും കൺവെൻഷനുകളിലും കാത്തിരിപ്പ് യോഗങ്ങളുടെയും കാത്തിരിപ്പ് കൂട്ടങ്ങളിലും ആത്യന്തിക ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇവകൾ എല്ലാവറ്റിനുടെയും മുഖ്യமான നോക്കം ഒന്നുതാണ്. നാം അവനോട് സദൃശന്മാരായി തീരും. നാം അവരോട് അവർക്ക് ഒപ്പാക வேண்டும். അപ്പോഴുണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയാവോ? അപ്പോഴുണ്ടാകുന്ന അവൻ ഗുണം എന്നവെന്നാൽ അവനെ അവന്റെ പൂർണ്ണ മഹത്വത്തോടെ കാണാൻ നമുക്ക് അന്നേരം കഴിയും. അവരെ അവരുടെ പരിപൂർണമായ മഹിമയോടെ നമ്മൾ பார்க்க முடியும். ശ്രദ്ധിക്കണേ, ഗവനിക്ക வேண்டும். ഞാൻ രാവിലെ സൂചിപ്പിച്ചതാണ്. ഞാൻ കാലയിലെ சொன்னேன். ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയാഗമ പുസ്തകം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അന്ന് വെയിലാറിയ സമയത്ത് അവൻ സായങ്കാല വേളയിലെ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നു. ആണ്ടവർ തോട്ടത്തിലേക്ക് വന്നാൽ, ആദാമേ നീ എവിടാ? ആദാമേ നീ എங்கே இருக்கிறாய்? I cannot face you. ஆண்டவரே, என்னால் உம்முடைய முகத்தை உம்மை எதிர்கொள்ள முடியவில்லை. നിന്നെ അഭിമുഖമായി കാണാൻ എനിക്ക് കഴിയത്തില്ല. உம்மை முகமுகமாய் பார்க்க என்னால் முடியாது. അത് നഷ്ടപ്പെട്ടു പോയി. அதை நான் இழந்து விட்டேன். ആ പദവി നഷ്ടപ്പെട്ടു പോയി. அந்த பதவியை இழந்து விட்டேன். ഇപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ല. இப்பொழுது எனக்கு அந்த தைரியம் இல்லை. ദൈവത്തെ മുഖാമുഖമായി കാണാനുള്ള ആ പദവി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടായി. ആമേൻ. தேவனை முகமுகமாய் பார்க்கக்கூடிய அந்த பதவியை പറഞ്ഞു, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ നിർവാണി എന്ന് ഉന്നിടത്തിൽ சொன்னது யார்? നിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നഗ്നരാണ്. உம்முடைய முகத்தை பார்க்க முடியாத வரையிலும் நாங்கள் நிர்வாணிகளாய் இருக்கிறோம். ഞങ്ങൾക്ക് തന്ന പദവി നഷ്ടപ്പെട്ടു. ஆண்டவரே, அந்த பதவியை நாங்கள் இழந்து விட்டோம். ഞങ്ങൾക്ക് തന്ന അധികാരം നഷ്ടപ്പെട്ടു. அந்த அதிகாரத்தை இழந்து விட்டோம். ഞങ്ങൾക്ക് തന്ന പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടു. ஆமென். நீர் எங்களுக்கு தந்த எல்லா நன்மைகளையும் കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവ്. உம்மை பார்க்க எங்களால் முடியவில்லை. പക്ഷെ കർത്താവ് കൈവിട്ടില്ല. ஆனால் ஆண்டவர் கைவிடவில்லை. നമുക്ക് വേണ്ടി നിത്യമായതൊന്ന് ദൈവം ഒരുക്കി. നമുക്ക് നിത്യമായ ഒന്നേ ദേവൻ ഉരുവാക്കി. ഈ അവസ്ഥയിൽ ഇവർ തുടർന്നാൽ, இந்த நிலையிலே இவர்கள் தொடர்வார்கள், മനുഷ്യകുലം എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകും. മനുക്കുലം എന്നേക്കുമായി ദേവനെ വിട്ട് അകന്നു പോകും. അവർക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഒരുവരാലും ദേവനുடைய സന്നിധിക്ക് തിരുമ്പി വര முடியாது. അതുകൊണ്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആകയാൽ ദേവൻ ഒരു തിട്ടത്തെ ഉരുവാക്കി. മനുഷ്യകുലത്തെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി മാറ്റണം. മനുക്കുലത്തെ ദേവകുമാരനുடைய சாயலுக்கு ஒப்பாக மாற வேண்டும். എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട്. எவ்வளவு பெரிய அன்பை தேவன் நமக்கு தந்திருக்கிறார். അവൻ പ്രത്യക്ഷനാകുമ്പോൾ, அவர் வெளிப்படும்போது, അവൻ ഇരിക്കുന്നത് പോലെ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. அவர் இருக்கிற வண்ணமாக நாம் இருப்போம். അപ്പോൾ അവന്റെ തേജസ്സുള്ള മുഖത്തെ കാണാൻ നമുക്ക് കഴിയും. அப்பொழுது அவன் மகிமையுள்ள அவருடைய முகத்தை பார்க்க முடியும். ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ നമ്മൾ ആരാധിക്കുകയാണ്. ഇന്ന് இரவிலே അവൻ വിശ്വാസത്തോടെ കർത്തരെ ആരാധിക്കും. പക്ഷേ അന്ന് അവന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. ஆனால் அன்றைக்கு நாம் அவருடைய മുഖത്തെ பார்த்து തേജസ്സുള്ള മുഖത്തെ കണ്ട് നമ്മൾ ആരാധിക്കും. മഹിമയുള്ള മുഖത്തെ பார்த்து ആരാധിക്കും. യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ, യേശുവെ மிகவும் நேசித்த ஒரு ശിഷ്യൻ, യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ, യേശു மிகவும் நேசித்த ஒரு ശിഷ്യൻ യോഹന്നാനായിരുന്നു. അപ്പോസ്തലനായ യോവാൻ.
ആ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചേർന്ന് കിടന്ന വ്യക്തിയാണ്. அந்த யோவான் இயேசுவுடைய மார்பிலே சாய்ந்திருந்த நபர். എല്ലായ്പ്പോഴും യേശുവുമായിട്ട് അടുത്ത് നിന്ന വ്യക്തിത്വം. எப்பொழுதும் இயேசுவோடு சேர்ந்திருந்த நபர். പക്ഷെ പത്മോസിന്റെ ഏകാന്തതയിൽ, ஆனால் பத்மோஸ் தீவின் தனிமையிலே അവൻ ആത്മവിവശനായി. அவன் ஆவிக்குள்ளானான். തേജസ്കരിക്കപ്പെട്ട കർത്താവ് ഇറങ്ങി വന്നു. மகிமையுள்ளதான இயேசு இறங்கி வந்தார். യേശുവിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അപ്പോസ്തലൻ, இயேசுவை மிகவும் நன்றாய் தெரிந்திருந்த അവനെ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെ വീണെന്നാണ്. அவரை பார்த்தபோது அவன் செத்தவனை போல கீழே കാരണം യോഹന്നാന് തന്റെ മർത്യമായ ശരീരത്തിൽ, ஏனென்றால் யோவான் தன்னுடைய மாம்சமான சரீரத்தில் യേശുവിന്റെ തേജസ്സുള്ള സാന്നിധ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല. இயேசுவுள்ள மகிமையுள்ள முகத்தை அவன் இவனால் பார்க்க முடியவில்லை. പക്ഷേ ഒരു ദിവസം, ஆனால் ஒரு நாள் പുത്രന്റെ സ്വരൂപത്തോട്, അവൻ കുമാരന്റെ ശരീരത്തോട് അവൻ നമ്മെ അനുരൂപരാക്കി മാറ്റും. അവൻ അവരുടെ സായലുക്ക് ഒപ്പാക നമ്മെ മാറ്റുവാൻ. അന്ന് നാം അവനെ മുഖാമുഖമായി കണ്ടവനെ അന്നേക്ക് നാം അവനെ മുഖാമുഖമായി പാർപ്പോം. കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി കർത്തനെ മഹിമപ്പെടുത്തും. പ്രത്യാശയോടെ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, അവൻ അന്ന നമ്പിക്കയോടെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാ, അവൻ നമ്മിൽ അവൻ വാസം ചെയ്യുന്ന ദേവനുடைய ആവിയാ, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ശക്തിയാ, നമ്മിൽ ക്രിയ ചെയ്യുന്ന ദേവനുடைய വല്ലമൈനാ. ഓരോ ദിവസവും അവന്റെ പുത്രന്റെ സ്വരൂപത്തിനോട് നാം അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്. ഒവ്വൊരു നാളും അവരുടെ കുമാരനുடைய സായലുக்கு ഒപ്പാക മാറിക്കൊണ്ടേ இருப்போம். ഈ രാത്രിയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് இரவிலே நாம் ஒன்றாக ஜெபிக்க போகிறோம். ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒരു നിമിഷം ദേവന്റെ സമുഖത്തിൽ ഏകമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. വല്ലമയായി സത്യമായി ദേവന്റെ സമുഖത്തിൽ, ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉണ്മയായി ദേവന്റെ സമുഖത്തിലെ ജപിക്കാം. കർത്താവേ, ഞങ്ങളെ വിളിച്ചത്, ആണ്ടവരേ നീർ ഞങ്ങളെ അழைத்தது അങ്ങയുടെ പുത്രനെ പോലെ ആയി മാറേണ്ടതിന്, ഉമ്മുடைய കുമാരനെ പോലെ മാറുവதற்கு, അങ്ങയുടെ പുത്രന്റെ സ്വരൂപത്തോട് സദൃശന്മാരാകാൻ, ഉമ്മുடைய കുമാരനുடைய സായലുக்கு ഒപ്പായി മാറുവதற்கு, ഞങ്ങളുടെ സ്വഭാവത്തിൽ സദൃശന്മാരാകാൻ, ആമേൻ. ഉമ്മുடைய കുമാരനുடைய சுபாவத்திற்கு ஒப்பாய் மாற, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ സദൃശനാകാൻ, ஆமென். எங்களுடைய மனநிலை அவருக்கு ஒப்பாக மாற, ഞങ്ങളുടെ ചിന്തകളിൽ സദൃശരാകാൻ, எங்களுடைய சிந்தைகள் அவருக்கு ஒப்பாக மாற, ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നവരിൽ സദൃശന്മാരാകാൻ, ஆமென். நாங்கள் அவரை பின்பற்றுவதில் அவரை போல மாற, ആത്മനിറവിന്റെ അനുഭവത്തിൽ സദൃശന്മാരാകാൻ, ஆமென். எங்களுடைய ஆவியின் நிறைவில் அவருக்கு ஒப்பாக மாற, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. உம்முடைய கிருபை எங்கள் மேல் தருவீராக. എല്ലാവരും അതിരം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் வாய்களை திறந்து தேவனுடைய சமூகத்திலே ஜெபிப்போம். എല്ലാവരും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஸ்தோத்திரம் சொல்லி അവന്റെ ஜெபிப்போம். പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ, அவருடைய குமாரனுடைய சாயலுக்கு ஒப்பாக மாற, അവന്റെ പുത്രന്റെ സാദൃശ്യത്തോട് രൂപാന്തരപ്പെടുക, அவருடைய குமாரனுடைய சாயலுக்கு ஒப்பாக மறுரூபமாக. അതിനത്രേ ഞങ്ങളെ വിളിച്ചത്. அதற்காகவே நீர் எங்களை அழைத்திருக்கிறீர். ഞങ്ങൾ ആത്മാവിൽ തുടങ്ങിയവരാണ്. நாங்கள் ஆவியில் ஆரம்பித்தவர்கள். ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞങ്ങൾ ചലിക്കുന്നവരാണ്. இன்றிலே நாங்கள் ஆவியில் அசைவாட, ഒരു ദിവസം ഈ ആത്മാവ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ஒரு நாள் ഞങ്ങൾ இந்த ஆவி വിശ്വസിക്കുന്നു. எங்களை உயிரோடு எழுப்பும். എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. எல்லாரும் ഒന്നാக தேவனை ஸ்தோத்திரம் ഇന്ന് சொல்லலாம். രാത്രി ദൈവദാസന്മാർ നമുക്ക് വേണ്ടി മനോഹരമായ ആരാധന ഗീതം പാടുമ്പോൾ, ஆமென். இன்றிரவிலே தேவனுடைய ஊழியர்கள் நமக்காக அழகான பாடல்களை பாடும்போது, ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാടിയാട്ടെ. ஒன்றாக சேர்ந்து தேவனை மகிமைப்படுத்தி பாடுவோம். ഈ മർത്യ ശരീരത്തിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം വരും. இந்த மாம்ச சரீரத்திற்கு மாற்றங்கள் അവന്റെ உண்டாகும். തേജസ്സുള്ള ശരീരത്തിന് ഞങ്ങൾ അനുരൂപരാകും. அவருடைய மகிமையுள்ள சரீரத்திற்கு ஒப்பாவோம். ഒരു ദിവസം കാഹളം ധ്വനിക്കും. ஒரு நாள் எக்காலம் துணிக்கும். ഉണ്മയമായ ശരീരം മാറിപ്പോകും. இந்த ஆமென் அழிவுக்குரிய சரீரம் ഉണ്മയമായ ശരീരം ഞങ്ങൾ ധരിക്കും. ஆமென். மகிமையுள்ள சரீரத்தை தரிப்போம். ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഈ രാത്രി നന്ദിയോടെ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ஆமென். அந்த நம்பிக்கையுள்ள தேவ ஜனங்கள் தேவனை பாடி ஆராதிக்கலாம்.